ഇന്ന് നമുക്ക് ലിംഫോമയെ പറ്റി പഠിക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് ലിംഫോമ? അതൊരു ലിംഫ് നോഡ് ക്യാൻസറാണ് നമ്മുടെ ലിംഫോമ. ഓക്കെ ഓക്കെ സോ ലിംഫോമ ഇസ് ഓഫ് 2 types. ഓക്കെ, വൺ ഇസ് ഹോഡ്ജ്കിൻസ് ലിംഫോമ, മറ്റേതിൻ്റെ പേരാണ് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഓക്കെ, സോ ലിംഫോമേൻ്റെ 2 ടൈപ്സ് ഏതൊക്കെയാണ്? ഹോഡ്ജ്കിൻസ് ലിംഫോമ, മറ്റേത് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. നമുക്ക് ആദ്യമേ ഹോഡ്ജ്കിൻസ് ലിംഫോമയെ പറ്റി പഠിക്കാം. ഓക്കെ, ഇവിടെ ലിംഫ് നോഡ്സ് ആർ എഫക്റ്റഡ്. ഏത് ലിംഫ് നോഡ്സ് ആണ് ഇൻവോൾവ് ആവുക? ഏത് ലിംഫ് നോഡ്സിൻ്റെ ട്യൂമറാണ് ഹോഡ്ജ്കിൻസ് ലിംഫോമ? cervical lymph nodes affected, inguinal lymph nodes affected, axillary lymph nodes affected. ഓക്കെ, അപ്പോൾ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ മൂവി ഉണ്ടല്ലോ CIA, അത് ഓർത്തിരിക്കുക. cervical, inguinal, axillary lymph nodes ഒക്കെ affected ആണ്. ആ lymph നോഡ്സിൻ്റെ ട്യൂമറാണ് ലിംഫോമ. ഓക്കെ, ഇറ്റ്സ് എ മാലിഗ്നൻസി. ഓൾറൈറ്റ്, സോ എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ലിംഫ് നോഡ് അല്ലാതെ ബാക്കി ഏതെങ്കിലും ഭാഗങ്ങളിൽ ഹോഡ്ജ്കിൻസ് ലിംഫോമ എഫക്റ്റ് ചെയ്യാറുണ്ടോ, സ്പ്രെഡ് ചെയ്യാറുണ്ടോ? യൂഷ്വലി നോ. ഓക്കെ, ഇല്ല, വേറെ സിസ്റ്റത്തിനെ അത് എഫക്റ്റ് ചെയ്യാറില്ല. സ്പ്രെഡ് എങ്ങനെയാണ്? കണ്ടിന്യൂസ് സ്പ്രെഡാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഈ ലിംഫ് നോഡ് ഒരു ലിംഫ് നോഡ് ആണെന്ന് വെച്ചോ, അടുത്ത ലിംഫ് നോഡും എഫക്റ്റഡ് ആവും. എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള ലിംഫ് നോഡ്സിനെ എഫക്റ്റ് ചെയ്ത് സ്പ്രെഡായി പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഫൈൻ. പിന്നെ ഏജ് ഗ്രൂപ്പ്, ഏതൊക്കെ ഏജ് ഗ്രൂപ്പിനെയാണ് ഈ ഹോഡ്ജ്കിൻസ് ലിംഫോമ എഫക്റ്റ് ചെയ്യുക? ബൈ മോഡൽ എന്ന് വെച്ചാൽ ഈ യങ് ഏജിലും ഉണ്ടാവും, എൽഡർലി ആൾക്കാരിലും ഇത് കാണും. അതിനെയാണ് നമ്മൾ ബൈ മോഡൽ എന്ന് വെച്ചാൽ 2 ഏജ് ഗ്രൂപ്പ്സിലും ഇത് കാണാം, യങ് ആൻഡ് എൽഡർലി. അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ ഹോഡ്ജ്കിൻസ് ലിംഫോമയെ പറ്റി? ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയിൽ ലിംഫ് നോഡ്സ് ഏതൊക്കെയാണ് എഫക്റ്റഡ്? ഗൈസ് ടെൽ മീ, ഏതൊക്കെ ലിംഫ് നോഡ്സ് ആണ് എഫക്റ്റ് ആവുന്നത്? മീസെൻട്രിക് ലിംഫ് നോഡ്സ് എഫക്റ്റഡ് ആണ്. പിന്നെ വോൾഡേഴ്സ് റിംഗ് എന്താണ്? എവിടെയാണ് ഈ വോൾഡേഴ്സ് റിംഗ്? നമ്മുടെ വായനകത്ത് കുറേ ടോൺസിൽസ് ഉണ്ട് അല്ലേ? ഐ ഷോ യു ദ പിക്ചർ. ഓക്കെ, സി, നമ്മുടെ വായനകത്ത് വി ഹാവ് ദിസ് ഫാരൻജൽ ടോൺസിൽ, ഓക്കെ, പിന്നെ ട്യൂബൽ ടോൺസിൽ, പാലൻറ്റൈൻ ടോൺസിൽസ്, ലിംഗ്വൽ ടോൺസിൽ, അഡിനോയിഡ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ വോൾഡേഴ്സ് റിംഗ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കുറച്ച് വേഗമായിട്ട് അറിഞ്ഞാൽ മതി, പിന്നെ നമുക്ക് ഈ ടോൺസിൽസിനെ പറ്റി വേറൊരു വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, എനിവേസ്, അപ്പോൾ വോൾഡേഴ്സ് റിംഗ് മെയിൻലി നമ്മുടെ മൗത്തിനകത്തുള്ള സ്ട്രക്ചേഴ്സാണ് ഇതൊക്കെ എഫക്റ്റഡ് ആണ് വേർ ഇൻ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഇനിയും എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ നോഡ്സ് അല്ലാതെ ബാക്കി ഓർഗൻസ് ഒക്കെ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയിൽ എഫക്റ്റഡ് ആവുമോ? ഈ ക്യാൻസർ സ്പ്രെഡായി ഓർഗൻസിൽ എഫക്റ്റ് ആക്കുമോ? യെസ്. ഓക്കെ, ഈ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ കുറച്ച് ബാഡ് ലിംഫോമയാണ്. ഓക്കെ, ഇറ്റ് ഗോസ് ആൻഡ് എഫക്റ്റ് ദി ഓർഗൻസ് ഓൾസോ. ഓക്കെ, സ്പ്രെഡ് എങ്ങനെയാണ്? സ്പ്രെഡ് എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ലിംഫ് നോഡ് എഫക്റ്റഡ് ആണ് എന്ന് വെച്ചോളൂ. ഓക്കെ, ചിലപ്പോൾ അടുത്ത ലിംഫ് നോഡിനെ അത് എഫക്റ്റ് ചെയ്തു എന്ന് വരില്ല. ഓക്കെ, ദ ക്യാൻസർ ക്യാൻ ഡയറക്ട്ലി സ്പ്രെഡ് ടു ദ അതർ ലിംഫ് നോഡ്. അപ്പം ഒരു കണ്ടിന്യൂസ് സ്പ്രെഡ് ആയിരിക്കില്ല. ഓക്കെ, പിന്നെ ഏത് ഏജ് ഗ്രൂപ്പാണ് എഫക്റ്റഡ്? യൂഷ്വലി നമ്മൾ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ കാണുന്നത് എൽഡർലി പീപ്പിളിലാണ്. ഓക്കെ, ഫൈൻ, യെസ്. ഓക്കെ, സോ ടെൽ മീ, ഇത് ഹോഡ്ജ്കിൻസ് ലിംഫോമേൻ്റെ എക്സാമ്പിൾ ആണോ അതോ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമേൻ്റെ എക്സാമ്പിൾ ആണോ? ഹോഡ്ജ്കിൻസ് ലിംഫോമ കണ്ടുവരുന്നത് ഈ സർവൈക്കൽ, നമ്മുടെ നെക്ക് റീജിയൻ, ഇൻഗ്വൈനൽ റീജിയൻ, ഓക്കെ, ആക്സിലറി റീജിയൻ. സോ ഇവിടെ നോക്കിയാൽ മതി, ഒരാളുടെ ആക്സിലറി റീജിയനാണ്, ഒരു തടുപ്പ് കണ്ടോ? സോ ആൻഡ് ഓൾസോ ഈ ഇങ്ങനത്തെ ലിംഫോമ ഉള്ള ആൾക്കാരിൽ പ്രൂറൈറ്റിസ് അല്ലെങ്കിൽ സ്കിൻ കണ്ടീഷൻസ് വരാറുണ്ട്. ഭയങ്കര ദേ സേ സ്കിൻ ഇസ് വെരി ഇച്ചി, ചൊറിച്ചിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് കണ്ടോ? പ്രൂറൈറ്റിസ് പോലെ അവർക്ക് വരാറുണ്ട്. സോ ദിസ് ഈസ് എ കേസ് ഓഫ് ഹോഡ്ജ്കിൻസ് ലിംഫോമ. യൂഷ്വലി ഹോഡ്ജ്കിൻസ് ലിംഫോമ ആക്സിലറി റീജിയനിൽ, ഇൻഗ്വൈനലിൽ, പിന്നെ എവിടെയാണ് സർവൈക്കൽ റീജിയനിലൊക്കെ കാണാൻ കഴിയും. ഓക്കെ, ഇതെന്താണ്? ദിസ് ഈസ് എ കേസ് ഓഫ് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഇവിടെ ദിസ് ലുക്സ് ലൈക്ക് എ മീസെൻട്രിക് മാസ്. ഓക്കെ, ഈവൻ ആക്ച്വലി ഹോഡ്ജ്കിൻസ് ലിംഫോമയും ഇങ്ങനെ പ്രസൻറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സർവൈക്കൽ മാസിലും ഇങ്ങനെ നമുക്ക് പ്രസൻറ്റേഷൻസ് കാണാൻ കഴിയും. സോ എനിവേസ്, ഇങ്ങനൊരു പ്രസൻറ്റേഷൻ കണ്ടാൽ റിമെമ്പർ ഇറ്റ് കുഡ് ബി എ ലിംഫോമ. ഓക്കെ, ഫൈൻ. ഓക്കെ, നൗ വൺ MCQ ഫോർ യു. ഞാൻ പറഞ്ഞു നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ നമ്മുടെ ലിംഫ് നോഡ്സിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ എവിടെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുക? ഓർഗൻ ഇൻവോൾവ്മെൻറ്റും ഉണ്ടാവാറുണ്ട്. സോ ടെൽ മീ, വാട്ട് ഇസ് ദ മോസ്റ്റ് കോമൺ എക്സ്ട്രാ നോഡൽ സൈറ്റ്? എന്ന് വെച്ചാൽ നോഡ്സ് അല്ലാതെ വേറെ ഏത് സൈറ്റിലാണ് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ കാണുക? ഇറ്റ് ഈസ് ഇൻ ദ, ടെൽ മീ,
stomach. Okay, it is in the stomach. അപ്പം stomachil if you get this lymphoma, okay, lymphoma, അതിന് വേറെ ഒരു പേരുണ്ട്. Who can tell me the name? It is called as maltoma. Maltoma. Okay. Okay, so in most common extranodal site in HIV patient, ഒരു HIV patient ആണ് നിങ്ങളുടെ അടുത്ത് വരുന്നതെങ്കിൽ and he has a non-Hodgkin's lymphoma, വേറെ ഏത് ഓർഗനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും? HIV പേഷ്യൻസിൽ സ്റ്റൊമക്ക് അല്ല the organ of involvement. Most common ഏത് ഓർഗൻ ആയിരിക്കും ഇൻവോൾവ്മെൻറ്റ് ഗൈസ്? ടെൽ മീ. ഇറ്റ് ഇസ് CNS, ബ്രെയിൻ ഇസ് ഇൻവോൾവ്. ബ്രെയിനിലേക്കായിരിക്കും അത് ഫസ്റ്റ് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, ഫൈൻ. Okay guys, next little mugging up topic ആണ് pathogenesis. Like only if you are an MBBS or MD patho you might require this, അല്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോ കേട്ടോ. ഫൈൻ. സോ pathogenesis, എവിടെ നിന്നാണ് ഈ ഹോഡ്ജ്കിൻസ് ലിംഫോമ? വി ആർ ടോക്കിംഗ് അബൌട്ട് ഹോഡ്ജ്കിൻസ് ലിംഫോമ ഫസ്റ്റ്. ഓക്കെ, ഹോഡ്ജ്കിൻസ് ലിംഫോമയുടെ ഒറിജിൻ എന്താണ്? എവിടെ നിന്നാണ് ഇത് ഉണ്ടാവുക? ഫസ്റ്റ് ഇസ് ഫ്രം ബി സെൽ. ഓക്കെ, സോ പോസ്റ്റീരിയർ ജെമൈനൽ സെൻറ്റർ ബി സെല്ലിൽ നിന്നാണ് ഹോഡ്ജ്കിൻസ് ലിംഫോമ ഉണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യൻ. പിന്നെ വൈ ഡസ് ഇറ്റ് അഗർ? ഓക്കെ, ചില സ്റ്റഡീസ് പറയും ഒരു പേഷ്യൻറ്റിന് എപ്സ്റ്റൺ ബാർ വൈറസ് കിട്ടിയാൽ ഈ എപ്സ്റ്റൺ ബാർ വൈറസിൽ LMP1 ജീൻ എന്ന് പറഞ്ഞൊരു ജീനുണ്ട്. ഈ ജീൻ NF കാപ്പ ബീറ്റ പാത്വേ കൂട്ടും. നമ്മുടെ ബോഡിയിൽ ഏത് പാത്വേ കൂട്ടും? NF കാപ്പ ബീറ്റ പാത്വേ കൂട്ടും. ഈ പാത്വേ കൂടിയാൽ നമ്മുടെ ലിംഫ് നോട്ട്സിന് ദേ ഗെറ്റ് ഓൾട്ടേഡ്, ദേ ഗെറ്റ് ഇറിറ്റേറ്റഡ്, എന്നിട്ട് അവർ ഹൈപ്പർ പ്രോളിഫറേറ്റ് ചെയ്യാൻ തുടങ്ങും, കോസിങ് ഹോഡ്ജ്കിൻസ് ലിംഫോമ. മനസ്സിലായോ? ഓക്കെ. പിന്നെ അനദർ റീസൺ ഇസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രോമോസോം നമ്പർ 2-നകത്ത് അതിൻ്റെ കോപ്പി നമ്പർ കൂടും. ഓക്കെ, ദിസ് കോസസ് ഇൻക്രീസ് ഇൻ REL ജീൻ. ഈ ജീൻ കൂടുമ്പം NF കാപ്പ ബീറ്റ പാത്വേയും ആക്ടിവേറ്റഡ് ആവും, എക്സസീവ്ലി ആക്ടിവേറ്റഡ് ആവും, ഒത്തിരി അതിൻ്റെ ആക്ടിവിറ്റിയും കൂടും, വിച്ച് ക്യാൻ കോസ് ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഓക്കെ, ഓക്കെ ഗൈസ്, ഇപ്പം നമ്മളൊരു എഫക്റ്റഡ് ലിംഫ് നോഡ് എടുത്ത് അതിൻ്റെ ഹിസ്റ്റോപത്തോളജി നോക്കുക എന്ന് വെച്ചോ. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു പിക്ചറാണ് കിട്ടുക. ഓക്കെ, വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? ടെൽ മീ, വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക് ആൻ ഔൾ ഐ? വൺ സെക്കൻഡ്, സി, ഒരു ഔൾ ഐ പോലെ തോന്നിക്കുന്നുണ്ടോ? ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഔൾ ഐ അപ്പിയറൻസ്. ആൻഡ് ഈ പെർട്ടിക്കുലർ സ്ട്രക്ചറിനെ പറഞ്ഞ പേരാണ് റീഡ് സ്റ്റേൺബർഗ് സെൽ. വെരി ഇമ്പോർട്ടൻറ്റ്, റീഡ് സ്റ്റേൺബർഗ് സെൽ. ഓക്കെ, ഇറ്റ്സ് എ വെരി ബിഗ് സെൽ, RS സെൽ എന്ന് പറയും. ഓക്കെ, RS സെൽ, ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 45 microns. Okay, 45 microns. Can you tell me what is inside? So anyways, okay, so this is a cell guys. Okay, and ഇതെന്താ സംഭവം? ഇത് ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ഈ ന്യൂക്ലിയസിനകത്ത് ഏത് മെറ്റീരിയലാണ് പ്രോമിനൻ്റ് എന്ന് പറയാൻ പറ്റുമോ? ഈ ന്യൂക്ലിയസിനകത്ത് ഏത് മെറ്റീരിയലാണ് പ്രോമിനൻ്റ് ഗൈസ്? ഇറ്റ് ഈസ് യൂസിനോഫിൽസ്. ഇറ്റ് ഈസ് യൂസിനോഫിൽസ്. ഓക്കെ, നൗ വൺ ക്വസ്റ്റ്യൻ ടു യു. ഈ ഔൾ ഐ അപ്പിയറൻസ് നമുക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ഔൾ ഐ അപ്പിയറൻസ് വേറെ എവിടേക്കാണ് കാണാൻ കഴിയുക? ആക്ച്വലി 2 സ്ഥലത്തേ നമ്മൾ ഈ ഔൾ ഐ അപ്പിയറൻസ് കാണുള്ളൂ. വൺ ഇസ്, ആസ് ഐ മെൻഷൻഡ്, നമ്മുടെ ഹോഡ്ജ്കിൻസ് ലിംഫോമയിൽ, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് RS സെൽ, റീഡ് സ്റ്റേൺബർഗ് സെൽ. പിന്നെ ഔൾ ഐ അപ്പിയറൻസ് കാണുന്നത് സൈറ്റോമെഗാലോ വൈറസിലാണ്. സൈറ്റോമെഗാലോ വൈറസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? ഇപ്പം ഇങ്ങനെ ഒരു ഹിസ്റ്റോപാത്ത് കിട്ടി, ആൾക്ക് സൈറ്റോമെഗാലോ വൈറസ് ആണോ അതോ ഹോഡ്ജ്കിൻസ് ലിംഫോമയാണോ? ഒരു വ്യത്യാസം ഉണ്ടോ? Can you tell me how will you identify it? See, RS സെൽസിനകത്ത് ആസ് യു ക്യാൻ സീ ഹിയർ ഈ ഇൻക്ലൂഷൻസ് ഉണ്ടല്ലോ, ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ, അത് പിങ്ക് ആയിരിക്കും. അതാണ് നമ്മുടെ ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഓക്കെ, ഓക്കെ. If it is blue in color, if the nucleus is blue in color, then it is a case of cytomegalovirus. Blue inclusions aanengil it is a case of cytomegalovirus. So once more, owl eye appearance, it is seen in Hodgkin's lymphoma and cytomegalovirus. Hodgkin's lymphoma il owl eye appearance inde perana Reed Sternberg cells. Very important. So if the teacher asks you what is a specific thing that you can see in histopathology of Hodgkin's lymphoma, ningal endu parayum? RS cell. Okay, fine.
നെക്സ്റ്റ് we'll talk about the clinical features. എങ്ങനെയായിരിക്കും ഹോഡ്ജ്കിൻസ് ലിംഫോമ ഉള്ള ഒരാൾ പ്രസൻറ്റ് ചെയ്യുക? ഒന്ന്, അയാൾക്ക് ഫീവർ ഉണ്ടാവും. ആ ഫീവറിന് ഒരു പ്രത്യേക പേരുണ്ട്. വി കോൾ ഇറ്റ് ആസ് പെൽ എപ്സ്റ്റീൻ ഫീവർ. പെൽ എപ്സ്റ്റീൻ ഫീവർ. ഓക്കെ, എന്താ സംഭവം എന്നറിയോ? എവ്രി 7 to 10th ഡേ, എല്ലാ 10 ദിവസം കൂടുമ്പോഴും ആൾക്ക് ഒരു ഫീവർ വരും. പിന്നെ അത് വരും, കുറയും. ഓക്കെ, എവറി 10th ഡേ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് സെയിം തിങ്, ഫീവർ കൂടും, ഫീവർ കുറയും. സോ എവറി 10th ഡേ ആൾക്കൊരു സൈക്ലിക്കൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവും, പിന്നെ കുറയും. അങ്ങനെയാണ് ഹോഡ്ജ്കിൻസ് ലിംഫോമയിൽ ഫീവർ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഫീവർ ഇസ് കോൾഡ് ആസ് പെൽ എപ്സ്റ്റീൻ ഫീവർ. ഓക്കെ, വെയിറ്റ്, സി ഇറ്റ് ഇസ് എ മാലിഗ്നൻസി. അപ്പം വെയിറ്റ് കൂടുമോ കുറയോ? ടെൽ മീ. വെനെവർ എ പേഴ്സൺ ഹാസ് ക്യാൻസർ, വെയിറ്റ് ലോസ് സംഭവിക്കും. ഓക്കെ, വെയിറ്റ് ലോസ് ഉണ്ടാവും. ലിംഫാഡിനോപ്പത്തി, റൈറ്റ്? ലിംഫ് നോട്ട്സ് ആണ് ഇവിടെ എഫക്റ്റഡ് ആവുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ലിംഫ് നോട്ട്സ് പെയിൻഫുൾ ആയിരിക്കുമോ പെയിൻലെസ് ആയിരിക്കുമോ ഹോഡ്ജ്കിൻസ് ലിംഫോമയിൽ? ലിംഫ് നോട്ട്സ് വലുതാവും. ഓക്കെ, ലിംഫ് നോട്ട്സ് എൻലാർജ്ഡ് ആവും. പക്ഷേ അത് തൊടുമ്പോൾ വേദന ഉണ്ടാവുമോ? പെയിൻലെസ് ആയിരിക്കുമോ അതോ പെയിൻഫുൾ ആയിരിക്കുമോ? ടെൽ മീ. സി, ഹോഡ്ജ്കിൻസ് ലിംഫോമ ഡസ് നോട്ട് ഗിവ് പെയിൻ. ഓക്കെ, ഇറ്റ് ഈസ് പെയിൻലെസ്. പക്ഷേ ഇങ്ങനത്തെ പേഷ്യൻസിന് പെയിൻഫുൾ ലിംഫ് നോഡ് ഉണ്ടാവാം. എപ്പോഴാണെന്നറിയോ? ഇങ്ങനത്തെ ഒരാൾ ആൽക്കഹോൾ കുടിച്ചാൽ അയാൾക്ക് പെയിൻഫുൾ ലിംഫ് നോട്ട്സ് ഉണ്ടാവാം. ഓക്കെ, സോ അതൊരു ന്യൂപ്ലാസ്റ്റിക് ഫീച്ചറാണ്. എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ഒരു അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ക്യാൻസർ ഓഫ് ലിംഫ് നോട്ട്സ് ഉള്ള ഒരാൾ ആൽക്കഹോൾ കുടിച്ചാൽ ലിംഫ് നോട്ട്സ് പെയിൻഫുൾ ആവും. ഓക്കെ, സോ യാ, അതർവൈസ് ഹോഡ്ജ്കിൻസ് ലിംഫോമയിൽ ജനറലി പെയിൻലെസ് ലിംഫ് നോട്ട്സ് ആണ്. പെയിൻലെസ് ബിഗ് ഓർ സ്വോളൻ ലിംഫ് നോട്ട്സ് ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ ഗൈസ്, ലുക്ക് ഹിയർ. ഹോഡ്ജ്കിൻസ് ലിംഫോമ 2 തരമുണ്ട്. ഓക്കെ, ആക്ച്വലി വി ഹാവ് ലോട്ട് ഓഫ് ടൈപ്സ് ഓഫ് ഹോഡ്ജ്കിൻസ് ലിംഫോമ. എനിവേസ് ബ്രോഡ്ലി പറയുകയാണെങ്കിൽ 2 തരങ്ങളുണ്ട്. ഒന്ന് ക്ലാസിക്കൽ ആൻഡ് ദ അതർ വൺ ഇസ് നോൺ ക്ലാസിക്കൽ. ഓക്കെ, സോ ക്ലാസിക്കൽ എന്ന് വെച്ചാൽ ദ ഹോഡ്ജ്കിൻസ് ലിംഫോമ ദാറ്റ് ഹാസ് അക്കേർഡ് ബിക്കോസ് ഓഫ് എപ്സ്റ്റൻ ബാർ വൈറസ്. ഒരാൾക്ക് എപ്സ്റ്റൻ ബാർ വൈറസിന് ശേഷമാണ് ഹോഡ്ജ്കിൻസ് ലിംഫോമ വന്നതെങ്കിൽ അതിനെ ക്ലാസിക്കൽ ഹോഡ്ജ്കിൻസ് ലിംഫോമ എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ ഹിസ്റ്റോപത്തോളജി എടുത്ത് നോക്കിയാൽ റീഡ് സ്റ്റേൺബർഗ് സെൽസ് കാണാൻ കഴിയും. മാർക്കേഴ്സ് എന്താണ്? മാർക്കേഴ്സ് എന്ന് ബേസിക്കലി നമ്മൾ ഈ മാർക്കേഴ്സ് ഒരു പേഷ്യൻറ്റിൽ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം ആ പേഷ്യൻറ്റിന് ഈ അസുഖമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓരോ അസുഖങ്ങൾക്കും ഓരോ മാർക്കേഴ്സ് ഉണ്ട്. അതാണ് ബേസിക്കലി പത്തോളജി. നമ്മൾ ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ് പത്തോളജി, റൈറ്റ്? Okay, so markers are CD15, CD30 and PAX5. Okay, so PAX5 ആണ് മോസ്റ്റ് സ്പെസിഫിക്. എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് ഇപ്പം നിങ്ങൾ PAX5 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് PAX5 പോസിറ്റീവായിട്ട് വന്നാൽ 100% അയാൾക്ക് എന്താണ്? ഹോഡ്ജ്കിൻസ് ലിംഫോമയാണ്. ഓക്കെ, ഫൈൻ. വാട്ട് അബൌട്ട് നോൺ ക്ലാസിക്കൽ ഹോഡ്ജ്കിൻസ് ലിംഫോമ? ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എപ്സ്റ്റൻ ബാർ വൈറസ്. അയാൾക്ക് ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് എപ്സ്റ്റൻ ബാർ വൈറസ് നേരത്തെ ഉണ്ടാവണം എന്നുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെയും നമുക്ക് RS സെൽസ് കാണാൻ കഴിയും. യെസ്, ആൻഡ് ഇവിടുത്തെ മാർക്കേഴ്സ് സി ജസ്റ്റ് ഹാവ് ടു മഗ് അപ്പ്, നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. CD20, CD45, EMA ആൻഡ് BCL6. ഓക്കെ, ഫൈൻ. We'll talk about Hodgkin's lymphoma, the classical type in the variety. Okay, ഈ ക്ലാസിക്കൽ ഹോഡ്ജ്കിൻസ് ലിംഫോമയിനകത്ത് 4 ടൈപ്സ് വരുന്നുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് നോഡുലർ സ്ക്ലെറോസിസ് ടൈപ്പ് ഓഫ് ക്ലാസിക്കൽ ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഓക്കെ, നോഡുലർ സ്ക്ലെറോസിസ് ടൈപ്പ്. ഓക്കെ, സോ one by one we'll see. The nodular sclerosis, no? It is the most common in the world. Okay, so this is the most common variety in the world is nodular sclerosis. Okay, now what about the RS cell? Okay, ഈ RS cell എങ്ങനെയാണ് നോഡുലർ സ്ക്ലെറോസിസിൽ അപ്പിയർ ചെയ്യുക? ഇൻ RS cell you can see lacunar cells. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലാക്യുനാർ സെൽസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മുടെ RS cells എങ്ങനെയാണ്? നമ്മുടെ ഔളൈ പോലെയാണ്, ഇതേപോലെ ഇരിക്കും. ഓക്കെ, സോ ഈ നോഡുലർ സ്ക്ലെറോസിസിൽ കെൻ യു സീ ദിസ് പാർട്ട് ദറ്റ് യുനോ ഈ ഭാഗം, ഈ സ്പേസ് കണ്ടോ? ഇതിനെ പറയുന്ന പേരാണ് ലാക്യുനർ സെൽസ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ഈ ലാക്യുനർ സ്പേസ് ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മൾ ഈ ബയോപ്സി എടുത്തിട്ട്, ഓക്കെ, ലിംഫ് നോഡ് എടുത്തിട്ട് നമ്മൾ ഫോർമാലിനുമായിട്ട് അത്
ഫോർമാലിൻ ഇടുമല്ലോ സ്ലൈഡ് ഫിക്സ് ചെയ്യാനായിട്ട്. ഈ ഫോർമാലിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നോർമലി ഈ RS സെൽസിനകത്ത് ബാൻഡ്സ് ഉണ്ട്, ഓക്കെ, കൊലാജൻ ബാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമാലിൻ എന്ത് ചെയ്യും, ഈ ബാൻഡ്സിനെ റിട്രാക്റ്റ് ചെയ്യും, കുറച്ച് ചുരുക്കുമ്പോഴത്തേക്കും ഈ വൈറ്റ് സ്പേസ് കൂടും. ഓക്കെ, സോ ആ വൈറ്റ് സ്പേസ് ആണ് ലാക്യുനർ സെൽസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ എനിവേസ് ലാക്യുനർ സെൽസ് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫോർമാലിൻ യൂസ്ഡ് ഇൻ ദ സ്ലൈഡ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, പ്രോഗ്നോസിസ്. ഓക്കെ, സോ ഈ നോഡുലർ സ്ക്ലെറോസിസിൽ പ്രോഗ്നോസിസ് ഇസ് ബെസ്റ്റ്. ഓക്കെ, ദ ബെസ്റ്റ് പ്രോഗ്നോസിസ് ഓഫ് ഹോഡ്ജ്കിൻസ് ലിംഫോമ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? നോഡുലർ സ്ക്ലെറോസിസ് ഓഫ് ക്ലാസിക്കൽ ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ ഇസ് മിക്സ്ഡ് സെല്ലുലാരിറ്റി. ഈ മിക്സ്ഡ് സെല്ലുലാരിറ്റി ടൈപ്പ് ഓഫ് ഹോഡ്ജ്കിൻസ് ലിംഫോമ, ദിസ് ഈസ് എ മോസ്റ്റ് കോമൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മിക്സ്ഡ് സെല്ലുലാരിറ്റിയാണ്. ഇപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഡൈവേഴ്സ് പോപ്പുലേഷനാണ്, മിക്സ്ഡ് പോപ്പുലേഷനാണ് അല്ലേ, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, മിക്സ്ഡ് സെല്ലുലാരിറ്റി ഓഫ് ഹോഡ്ജ്കിൻസ് ലിംഫോമയാണ് മോസ്റ്റ് കോമൺ ഇൻ ഇന്ത്യ. ഓക്കെ, ഇവിടെ RS സെൽസ് നമ്മുടെ നോർമൽ RS സെൽസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്ലാസിക്കൽ നോർമൽ RS സെൽസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഈ മിക്സ്ഡ് സെല്ലുലാരിറ്റി കണ്ടുവരുന്നത് വിത്ത് പേഷ്യൻസ് ഹു ഹാവ് എപ്സ്റ്റൻ ബാർ വൈറസ്, HIV. ഓക്കെ, the next one is lymphocytic rich. Okay, so lymphocytic rich variety la how will the RS cell appear? Ee RS cell in instead of 2 eyes, okay, RS cell will have only 1 eye. ingane irikkum ningal kaana. Okay, so lymphocytic rich variety of Hodgkin's lymphoma la ningal mononuclear cell ആയിരിക്കും കാണുക. മോണോന്യൂക്ലിയർ എന്ന് വെച്ചാൽ ഒറ്റ ന്യൂക്ലിയസേ ഉള്ളൂ. മോണോന്യൂക്ലിയർ RS ആയിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഓർത്തിരിക്കുക? നിങ്ങൾക്ക് റിച്ച് ആവണമെങ്കിൽ ബെറ്റർ ബിക്കം മോണോ മീൻസ് സിംഗിൾ അല്ലേ. സോ ഇഫ് യു വോണ്ട് ടു ബിക്കം റിച്ച് യു ബിക്കം സിംഗിൾ. ഓൾറൈറ്റ്, ഫൈൻ. നൗ നെക്സ്റ്റ് ഇസ് ലിംഫോസൈറ്റ് ഡിപ്ലീറ്റഡ് ടൈപ്പ്. ഓക്കെ, ലിംഫോസൈറ്റ് ഡിപ്ലീറ്റഡ് ടൈപ്പ് ഓഫ് ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് റീഡ് സ്റ്റേൺബർഗ് സെൽസ് RS സെൽസ് മമ്മിഫൈഡ് ആയിരിക്കും. മമ്മിഫൈഡ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡെഡ്. ഓക്കെ, യു കാണ്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. മമ്മിഫൈഡ് RS സെൽസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് യൂഷ്വലി വിത്ത് HIV. Now ലിംഫോസൈറ്റിക് ഡിപ്ലീറ്റഡിനകത്താണ് വേർസ്റ്റ് പ്രോഗ്നോസിസ് ഉള്ളത്. വേർസ്റ്റ് പ്രോഗ്നോസിസ്. ഓക്കെ, so remember, how will you memorize this, guys? Lymphocytes, L remember for love. When love korayna samayathu what happens? Yeah, life also goes worse, right? So lymphocyte depleted variety la worst prognosis. Enough. Okay, the next one is, guys, non-classical Hodgkin's lymphoma, right? Non-classical Hodgkin's lymphoma inathu otta subtype ullu, that is called as NLPHL. And the full form endana? Nodular lymphocyte predominant Hodgkin's lymphoma. Okay, again, nodular lymphocyte predominant Hodgkin's lymphoma. Okay, ഇവിടെ RS cells appear ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? പോപ്കോൺ രീതിയിലാണ് RS cells appear ചെയ്യുക. Okay, and if I talk about the prognosis, best prognosis. So remember, popcorn gives you the best days അല്ലേ. നമ്മൾ ഫിലിമിന് പോകും, പോപ്കോൺ കഴിക്കുമ്പോൾ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഡേ. സോ പോപ്കോൺ appearance of RS cell that is seen in NLPHL, and it has the best prognosis. Okay, പക്ഷേ if they ask ഈ ക്ലാസിക്കൽ HL ഏതാണ് ബെസ്റ്റ് പ്രോഗ്നോസിസ് എന്ന് ചോദിച്ചാൽ യു മസ്റ്റ് സേ ഇറ്റ് ഇസ് നോഡിൽസ്. ഓക്കെ, ഇറ്റ് ഈസ് നോഡുലർ സ്ക്ലെറോസിസ്. സോ നോഡുലർ സ്ക്ലെറോസിസിലാണ് ബെസ്റ്റ് പ്രോഗ്നോസിസ് ഇൻ ക്ലാസിക്കൽ HL വെറൈറ്റി. ഓക്കെ, പക്ഷേ ഓവറോൾ ഹോഡ്ജ്കിൻസ് ലിംഫോമ ഓവറോൾ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്നോസിസ് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ NLPHL. ഓക്കെ, ഫൈൻ, വേർ യു ഹാവ് ദ പോപ്കോൺ RS. നെക്സ്റ്റ് ഗൈസ്, നമുക്ക് സ്റ്റേജിങ് ഓഫ് HL പഠിക്കാം. ഓക്കെ, സ്റ്റേജിങ്. സ്റ്റേജ് 1 മീൻസ് only one lymph node is involved. Okay, a single lymph node, ഒറ്റ lymph node involved ഉള്ളൂ. Okay, stage 2 means 2 or more than 2
lymph nodes are involved on the same side of diaphragm. Okay, so this is a diaphragm. Okay, on the same side of the diaphragm ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ more than 2 lymph nodes are involved. അതാണ് സ്റ്റേജ് 2. സ്റ്റേജ് 3 എന്ന് വെച്ചാൽ lymph nodes on both sides of the diaphragm. Okay, so ഇവിടെയും lymph nodes affected ആണ്, ഇവിടെയും lymph nodes affected ആണ്. So on both sides of the diaphragm lymph nodes are affected. Fourth in the chala there is distant spread. Fourth is what? Distant spread. Okay, now idinathe name avaru A എന്ന് എഴുതുവാണെങ്കിൽ remember that the patient has no signs and symptoms. Okay, patient ന് signs and symptom ഇല്ല. അവർ B എന്ന് എഴുതുവാണെങ്കിൽ patient ന് signs and symptoms ഉണ്ട്. Okay, ഉണ്ട്. That means the patient will present with fever, night sweat, okay, weight loss, ഇതൊക്കെ പേഷ്യൻ്റ് കംപ്ലൈൻറ്റ്. ഓക്കെ, now ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. The patient is, just a moment, yeah guys, okay, so yeah, if I say the stage is 2A, it means what? Tell me, stage is 2A എന്ന് പറഞ്ഞാൽ what does it mean? 2 means more than 2 lymph nodes are affected, right, on the same side of the diaphragm, right? And A means there are no signs and symptoms. No signs and symptoms. Okay, fine. Now tell me, what is the treatment of Hodgkin's lymphoma? കഴിഞ്ഞു കേട്ടോ, ഹോഡ്ജ്കിൻസ് ലിംഫോമ കഴിഞ്ഞു. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയിലേക്ക് കടക്കാം. ഓക്കെ, സോ ഹോഡ്ജ്കിൻസ് ലിംഫോമയുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ABC അല്ല, VD. ABVD. Okay, so what is this A? Adriamycin. Adriamycin is A. What is B? B is for bleomycin. Okay, B is bleomycin. V is for what, guys? V. Vincristine. V is for vincristine or vinblastine. Vincristine or vinblastine. And D is what, guys? D. D stands for dacarbazine. Okay, dacarbazine. Okay, fine. Okay guys, next we'll start with non-Hodgkin's lymphoma. Okay, I know it's it's a little boring topic, right? But what to do, we have to learn. Okay, so non-Hodgkin's lymphoma, it is of 2 types. Okay, on the B type ഉണ്ട്, മറ്റേത് T type ഉണ്ട്. Okay, so see guys, നമ്മുടെ lymphocytes ഏതൊക്കെയാണ്? നമുക്ക് lymphocytes, I hope you all know the lymphocytes. Lymphocytes B type ഉണ്ട്, നമുക്ക് B lymphocytes ഉണ്ട്, T lymphocytes ഉണ്ട്. ഓക്കെ, സോ ഇതിലേതാണ് എഫക്റ്റഡ് ആവുക എന്ന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ലിംഫോമ, നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ B lymphocytes ആണ് എഫക്റ്റഡ് ആവുകയെങ്കിൽ ഇറ്റ് ഇസ് B സെൽ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. T lymphocytes ആണ് എഫക്റ്റഡ് ആവുകയാണെങ്കിൽ ഇറ്റ് ഇസ് T സെൽ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ. ഓക്കെ, നൗ ഇത് കൂടുതൽ പഠിക്കുന്നതിന് മുന്നേ ഐ നീഡ് യു ടു നോ what is a lymph node. Okay, അതിൻ്റെ morphology. So I am drawing this. Okay, so what is inside? ഈ part എന്താ? What is this part? Tell me. It is, okay, this part is germinal center. Okay, this part is germinal center. lymph node ൻ്റെ parts ആണ്. innermost പാർട്ടിനെ പറയുന്ന പേരാണ് germinal center. Okay, fine, understood. ഈ നടുക്കത്തെ പാട്ടിൽ ഇതാ ഈ സംഭവം ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ സംഭവം, ഈ ഭാഗത്തിനെ പറയുന്ന പേരെന്താണ് ഗൈസ്? ടെൽ മീ. ഇറ്റ് ഈസ് കോൾഡ് ആസ്, ടെൽ മീ, yeah, it is called as mantle zone. Okay, it is called as mantle zone. Okay, the outermost part, okay, the outermost part, see this part, okay, this white part, outermost part, that is called as, the outermost part is called as marginal zone. അപ്പോൾ innermost പാർട്ടിനെ പറയുന്ന പേരാണ് germinal center, റൈറ്റ്? അതിൻ്റെ അടുത്തുള്ള പാർട്ടിനെ പറയുന്ന പേരാണ് mantle zone. പിന്നെ ഏറ്റവും ഔട്ടർമോസ്റ്റ് റീജിയൻ ആണ് മാർജിനൽ സോൺ. ലെറ്റ് മീ ഷോ യു പിക്ചർ. ഓക്കെ, സി ഗൈസ്, നിങ്ങളിത് കണ്ടോ? ഇതൊരു ലിംഫ് നോഡിൻ്റെ ഹിസ്റ്റോപത്തോളജി പിക്ചറാണ്. ദ ഹോൾ തിങ് ഇസ് എ ലിംഫ് നോഡ്. ഓക്കെ, ഏറ്റവും അകത്തുള്ള പാർട്ടാണ് ജെർമിനൽ സെൻറ്റർ. ഓക്കെ, അത് കഴിഞ്ഞ് വേറൊരു ഡിസ്കളറേഷൻ കണ്ടോ? അതാണ് നമ്മുടെ മാൻറ്റിൽ സോൺ. ഓക്കെ, മാൻറ്റിൽ സോൺ. ഏറ്റവും പുറത്ത് കാണുന്ന റീജിയൻ കണ്ടോ? ഇതാണ് നമ്മുടെ മാർജിനൽ സോൺ. ഓക്കെ, ഈ പാർട്ടാണ് മാർജിനൽ സോൺ. ഈ നടുക്കത്തെ പാർട്ടാണ് എന്ത്? മാൻറ്റിൽ സോൺ. ഓക്കെ, ഏറ്റവും അകത്തെ പാർട്ട് ഏതാണ്? ജെർമിനൽ സെൻറ്റർ. ഓക്കെ, ഓക്കെ ഗൈസ്, നൗ
ഇനിയും നമ്മൾ ഒരു ബി സെല്ല് ലിംഫ് നോഡുമായിട്ട് എന്താണ് കണക്ഷൻ? ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞാലേ വേരിയസ് ടൈപ്സ് ഓഫ് നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റും. ബേസിക്സ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സോ ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒരു ലിംഫ് നോഡാണ്. ഓക്കെ, ഒരു ലിംഫ് നോഡാണ്. സോ ഇതെന്താണ്? ടെൽ മീ. ദിസ് ഇസ് ദ ജെർമിനൽ സെൻറ്റർ അല്ലേ? ഈ അകത്തെ സർക്കിളാണ് ജെർമിനൽ സെൻറ്റർ, പുറത്തെ സർക്കിൾ. അപ്പം ഈ ഏരിയ എന്താണ്? ഈ ഏരിയ. The second area is the mantle zone. Okay, this is the mantle zone. And the third area, e white area endana guys, this area is the marginal zone. Okay, so third area is a marginal zone. Okay, now what I'm going to tell you here is nammade oru normal B cell undallo, അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ബേബി. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ഫസ്റ്റ് ഇറ്റ്സ് ലൈക്ക് എ ബേബി. ഓക്കെ, ആൻഡ് ദെൻ ടു മെച്യൂർ, അതിന് മെച്യൂർ ആവണമെങ്കിൽ ഇറ്റ് ഹാസ് ടു എൻ്റർ എ ലിംഫ് നോഡ്. ഒരു ലിംഫ് നോഡിലേക്ക് ചെന്ന് അവിടെ കുറേ ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നാൽ മാത്രമേ ബി സെല്ല് മെച്യൂർ ആവും. എന്നിട്ട് ബി സെല്ല് ലിംഫ് നോഡിൻ്റെ പുറത്തിറങ്ങും ആസ് പ്ലാസ്മ സെൽ. അപ്പോൾ മെച്യൂർഡ് ബി സെല്ലിനെയാണ് നമ്മൾ പ്ലാസ്മ സെൽ എന്ന് പറയാം. ഈ പ്ലാസ്മ സെല്ലാണ് നമ്മുടെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് നമ്മുടെ ബോഡി അതിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യത്തില്ലേ? ദാറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. സോ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആർ നത്തിങ് ബട്ട് എന്ത്? ദേ ആർ ബി സെൽസ്. ഓക്കെ, സോ ബി സെൽസ് നമ്മുടെ കുഞ്ഞു വാവന്മാരെ പോലെയാണ്. ഓക്കെ, അവർ ലിംഫ് നോഡിൽ ചെന്ന് ഡെവലപ്പായിട്ട് ഐ ടെൽ യു അകത്ത് കുറച്ച് പ്രോസസ്സ് നടക്കും. എന്നിട്ട് ദേ കം ഔട്ട് വെരി സ്ട്രോങ്. അവർ പുറത്തിറങ്ങി അവരുടെ പേര് ബി സെൽ എന്നല്ല, അവരുടെ പേരെന്താണ്? പ്ലാസ്മ സെൽസ് എന്നാണ്. ഓക്കെ, സോ ഓരോ സ്റ്റേജിൽ ഇപ്പോൾ ബി സെൽ ഇവിടെ ഇപ്പോൾ പുറത്താണ്, പിന്നെ ഇവിടെ ചെല്ലുമ്പോൾ ആണ് അതിനൊന്ന് ഓരോ ഫങ്ഷൻസാണ്. ബി സെൽ ഓരോ സോണിലെത്തുമ്പോഴും ഓരോ രീതിയിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് മാറും. ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് ലേൺ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഏത് സോണിലാണ് ബി സെൽ മ്യൂട്ടേറ്റഡ് ആവുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും ദ പേഷ്യൻസ് ലിംഫോമ. അപ്പോൾ ഇവിടെയാണ് ബി സെല്ലിന് ഒരു എറർ പറ്റുന്നതെങ്കിൽ ഇവിടെ ലിംഫോമന് ഒരു പേരാണ്. ഇവിടെയാണ് ഒരു എറർ പറ്റുന്നതെങ്കിൽ അത് വേറൊരു ലിംഫോമയാണ്. സോ നമുക്ക് കുറേ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയുടെ ടൈപ്സ് ഉണ്ട്. പക്ഷേ ഇതറിയണമെങ്കിൽ ആദ്യമേ നിങ്ങൾ എന്ത് പഠിക്കണം? ബി സെല്ലിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ പഠിക്കണം. ലെറ്റ്സ് ലേൺ ദാറ്റ്. ഓക്കെ guys, so here I have drawn a B cell. Okay, so this yellow color is a B cell. So here we call it as a naive or the innocent B cell. Okay, എന്ന് പറഞ്ഞാൽ അതിപ്പം ഒന്ന് മെച്യൂർഡ് ആയിട്ടില്ല. Okay, it is a innocent B cell. Okay, so this B cell, what does it do? It enters a lymph node. First it enters a marginal zone. Okay, ഈ marginal zone നിന്ന് അത് എവിടേക്ക് എൻ്റർ ചെയ്യും? മാൻറ്റിൽ സോണിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, സോ ഈ മാൻറ്റിൽ സോണിൽ യൂഷ്വലി ആൻഡ് ഇറ്റ് സ്റ്റേസ് ഹിയർ. ഓക്കെ, യൂഷ്വലി നമുക്കൊരു ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും ഓക്കെ ആ ഇൻഫെക്ഷൻ്റെ ആൻറ്റിജൻസ്, ആ ഡിസീസിൻ്റെ ആൻറ്റിജൻസ് ആദ്യമേ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ബി സെൽസിനെയാണ്. ഓക്കെ, ബിക്കോസ് ബി സെൽസ് ആണ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്. അതാണ് നമ്മുടെ സോൾജിയേഴ്സ്. അപ്പോൾ ഈ സോൾജിയേഴ്സിനെ തന്നെ കൊന്നു കളഞ്ഞാൽ വളരെ ഈസിയാണ് ഇൻഫെക്ഷനെ നമ്മുടെ ബോഡിയിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്യാൻ. ബി സെൽസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബോഡിയിലെ എല്ലാ ബി സെൽസിൻ്റെ ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നെന്ന് വെച്ചോ, ബി സെൽ ഇൻ ദ മാൻറ്റിൽ സോൺ വിൽ നോട്ട് ബി എഫക്റ്റഡ്. മാൻറ്റിൽ സോണിലുള്ള ബി സെല്ലിനെ അതിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ആൻറ്റിജന് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ലെറ്റ് us say മീസിൽസിൻ്റെ ആൻറ്റിജൻ, ഏതെങ്കിലും ഒരു അസുഖം എടുത്തു, ഏതെങ്കിലും ഒരു വൈറസിൻ്റെ ആൻറ്റിജൻ ബോഡിയിലെ എല്ലാ ലിംഫോസൈറ്റ്സിനെയും അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, കൊല്ലാൻ നോക്കും. പക്ഷേ ഈ മാൻറ്റിൽ സോണിൽ ഇരിക്കുന്ന ബി സെൽസിനെ മാത്രം ഒരു അസുഖത്തിൻ്റെ ആൻറ്റിജൻസിന് തൊടാൻ കഴിയില്ല. കാരണം എന്താണ്? മാൻറ്റിൽ സെല്ലിന് അറിയാം ഇത് ചോട്ട ബി സെല്ലാണ്, ചെറിയ ബി സെല്ലാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ, ബേബി ബി സെല്ലാണ്. അപ്പോൾ എന്തായാലും ഇതിനെന്താണ് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല ഇൻഫെക്ഷന്. സോ മാൻറ്റിൽ സോണിൽ നമ്മുടെ ബി സെൽസ് എല്ലാം വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ഫൈൻ. then it goes to the germinal center. നമ്മുടെ ബി സെൽസ് ഓക്കെ മാൻറ്റിൽ സെല്ലിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ജെർമിനൽ സെൻറ്ററിലേക്ക് പോകും. ഓക്കെ, ഈ ജെർമിനൽ സെൻറ്ററിൽ ഇറ്റ് മൈറ്റ് ഗെറ്റ് അറ്റാക്ട്. ഇപ്പോൾ ഇവിടെ ഒരു പേഷ്യൻ്റ് ഇൻഫെക്ഷൻ കിട്ടിയെന്ന് വെച്ചു, ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നാൽ ഇൻഫെക്ഷൻ ആൻറ്റിജൻസ് ഇതാ ജെർമിനൽ സെൻറ്ററിലുള്ള ബി സെല്ലിനെ അറ്റാക്ക് ചെയ്യും. ബിക്കോസ് ജെർമിനൽ സെൻറ്റർ എന്താണ്? ഒരു ബി സെല്ലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ടീച്ചിങ് ദ ബി സെൽ ടു ബി സ്ട്രോങ് ആവാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് ബി സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? സോ വാട്ട് ഡസ് ഇറ്റ് ഡു? നമ്മുടെ ഇൻഫെക്ഷൻസിൻ്റെ ആൻറ്റിജൻസ് എല്ലാം ജെർമിനൽ സെൻറ്ററിലുള്ള ബി സെൽസിനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഫൈൻ.
Then what does the B cell do? Okay, ഇവിടെ germinal center ഇരുന്ന് അത് വളരെ matured ആയി strong soldier ആയി. Okay, then it comes out. Okay, പുറത്തേക്ക് വരും. ആൻഡ് ഇതാണ് നമ്മുടെ മാർജിനൽ സെൻറ്റർ അല്ലേ, ഏറ്റവും അവസാനത്തെ റീജിയൻ ആണ് നമ്മുടെ മാർജിനൽ സോൺ. ഈ മാർജിനൽ സോണിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബി സെൽ ഭയങ്കര സ്മാർട്ടായി. ഓക്കെ, സോ ജെർമിനൽ സെൻറ്ററിൽ അതിനെ അറ്റാക്ക് ചെയ്ത ആൻറ്റിജൻ ഏതാണോ അത് ഓർമ്മയുണ്ടാവും. ഈ മാർജിനൽ സോണിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ബി സെല്ലിന് ഓർമ്മയുണ്ടാവും. ഇറ്റ് റിമെമ്പേഴ്സ് വിച്ച് ആൻറ്റിജൻ ഇറ്റ് വാസ് അറ്റാക്ഡ് ബൈ. ഇപ്പോൾ ജെർമിനൽ സെൻറ്ററിൽ അറ്റാക്ക് ചെയ്ത ആൻറ്റിജനെ മാർജിനൽ സോണിൽ എത്തുമ്പോഴത്തേക്കും ബി സെല്ലിന് ഓർമ്മയുണ്ടാവും. സോ അതുകൊണ്ടാണ് ഇറ്റ്സ് ഓൾസോ ഇവിടെ നമ്മൾ ബി സെല്ലിനെ വെറും ബി സെൽ നല്ല വിളിക്കുക, നമ്മളൊരു പുതിയ പേര് കൊടുക്കും, മെമ്മറി ബി സെൽ. എന്താണ് മെമ്മറി ബി സെൽ? ബിക്കോസ് മെമ്മറൈസ് ചെയ്യും ഇവിടെ ബി സെല്ല്. ജെർമിനൽ സെൻറ്ററിൽ ഇരുന്നപ്പോൾ എന്നെ മീസിൽസിൻ്റെ ആൻറ്റിജൻ വന്ന് കൊല്ലാൻ നോക്കിയായിരുന്നു, അല്ലെങ്കിൽ എപ്സ്റ്റൈൻ-ബാർ വൈറസിൻ്റെ ആൻറ്റിജൻ വന്ന് എന്നെ കൊല്ലാൻ നോക്കിയായിരുന്നു. സോ ഓർമ്മയിൽ നിൽക്കും ഇവിടെ. ഓക്കെ, അതിനുശേഷം ഫ്രം ദ മാർജിനൽ സോൺ. ഈ മാർജിനൽ സോണിൽ നിന്ന് നമ്മുടെ മെമ്മറി ബി സെല്ല് ഇറ്റ് ഗോസ് ഔട്ട്സൈഡ് ഓഫ് ദ ലിംഫ് നോഡിൻ്റെ പുറത്തേക്ക് കടക്കും. ഓക്കെ, എന്നിട്ട് ഈ പുറത്ത് വരുന്ന ലിംഫ് നോഡ് ബി സെല്ലിനെ പറയുന്ന ലിംഫ് നോഡിൽ നിന്ന് പുറത്ത് വരുന്ന ബി സെല്ലിനെ പറയുന്ന പേരാണ് പ്ലാസ്മ സെൽ. എന്താണ് പ്ലാസ്മ സെൽ? ഓക്കെ, ഇപ്പം ഈ ബി സെല്ലിൻ്റെ ലൈഫ് സൈക്കിൾ മനസ്സിലായോ? ഫൈൻ. ഇനിയും ഏത് സോണിലാണോ ബി സെൽ മ്യൂട്ടേറ്റഡ് ആവുക അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഏത് ലിംഫോമയാണ് പേഷ്യൻ്റ് ഉള്ളതെന്ന് പറയുക. ഓക്കെ ഗൈസ്, നമ്മുടെ നൈവ് ബി സെൽ അല്ലെങ്കിൽ ഇന്നസെൻറ്റ് ബി സെൽ, ദിസ് വൺ, ഇഫ് ദാറ്റ് ഈസ് മ്യൂട്ടേറ്റഡ്, ഇതിൻ്റെ ലിംഫോമയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എസ് CLL SLL, ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ. SLL ഇസ് സ്മോൾ ലിംഫോസൈറ്റിക് ലിംഫോമ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മാൻറ്റിൽ സോണിൽ ഉള്ള ലിംഫോമ ഇത്. ഇതിൻ്റെ ക്യാൻസറാണ് ഒരു പേഷ്യൻ്റ് ഉള്ളതെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് മാൻറ്റിൽ സെൽ ലിംഫോമ. മാൻറ്റിൽ സെൽ ലിംഫോമ. ബിക്കോസ് ഈ ബി സെൽ എവിടെയാണുള്ളത്? നമ്മുടെ മാൻറ്റിൽ സോണിലാണ് അല്ലേ. അപ്പം ഈ ബി സെല്ലിൻ്റെ ലിംഫോമയാണ് ഒരു പേഷ്യൻ്റ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മാൻറ്റിൽ സെൽ ലിംഫോമ. ഈസി, ഫൈൻ. ഇനി ജെർമൈനൽ സെൻറ്ററിലുള്ള ബി സെല്ലിനാണ് ക്യാൻസർ വരുന്നതെങ്കിൽ 3 തരത്തിൽ ഉണ്ടാവാം. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ. 3 ലിംഫോമാസ് ഉണ്ടാവും. ഇപ്പോൾ ജെർമൈനൽ സെൻറ്ററിലെ ബി സെല്ലാണ് പ്രോബ്ലം ആണെങ്കിൽ 3 തരത്തിലുള്ള ക്യാൻസേഴ്സ് ഉണ്ടാവും പേഷ്യൻറ്റിന്. ഫസ്റ്റ് ഇസ് FL എന്താണ്? ഫോളിക്കുലർ ലിംഫോമ. സെക്കൻഡ് ഇസ് BL, ബർക്കിറ്റ്സ് ലിംഫോമ. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പിന്നെ പഠിക്കാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട്. മൂന്നാമത്തത് DLBCL എന്താണ്? ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ. സോ ജെർമൈനൽ സെൻറ്ററിലെ ബി സെല്ലാണ് മ്യൂട്ടേറ്റഡ് ആവുമെങ്കിൽ then it can cause cancers like follicular lymphoma, Burkitt's lymphoma, DLBCL. Easy? Okay. Next is ഇത് ഏത് സോണാണ് ഗൈസ്? ദിസ് വൺ മാർജിനൽ സോണാണ് അല്ലേ. ഞാൻ പറഞ്ഞു മാർജിനൽ സോണിൽ മെമ്മറി ഉണ്ടാവും നമ്മുടെ ബി സെല്ലിന് അല്ലേ. ഏത് ആൻറ്റിജനാണ് അതിനെ അറ്റാക്ക് ചെയ്തതെന്ന് അതിന് നല്ല ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സോണിലെ മാർജിനൽ സോണിലെ ലിംഫോമയാണ് ഒരു പേഷ്യൻറ്റിന് ഉള്ളതെങ്കിൽ വി കോൾ ഇറ്റ് ആസ് മാർജിനൽ സോൺ ലിംഫോമ. ഓക്കെ, സോ ഈ മാർജിനൽ സോണിൻ്റെ വേറെ പേരാണ് മെമ്മറി സോൺ കേട്ടോ. ഫൈൻ, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഈ ബി സെല്ലിന് മെമ്മറി പവർ ഉണ്ട് ഈ സോണിലെത്തുമ്പം. അപ്പം മാർജിനൽ സോൺ ഇസ് ഓൾസോ കോൾഡ് ആസ് മെമ്മറി സോൺ കേട്ടോ. ഫൈൻ. നൗ this is a plasma cell അല്ലേ. the B cell has come out of lymph നോഡിൻ്റെ പുറത്ത് വന്നു അല്ലേ. ആൻഡ് ഓക്കെ ഗൈസ്, ഈ ലിംഫ് നോഡിൻ്റെ പുറത്ത് വന്നതിന് ശേഷം വി കോൾ ഇറ്റ് ആസ് മെമ്മറി ബി സെൽ. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ്, ഈ മെമ്മറി ബി സെല്ലിൻ്റെ ലിംഫോമയാണെങ്കിൽ we call it as hairy cell leukemia. So memory B cell, so ഈ മാർജിനൽ സോണിൽ മാത്രമല്ല അത് പുറത്തേക്ക് വരുമ്പോഴും ഫോർ സം ടൈം ഇറ്റ് ഈസ് കോൾഡ് ആസ് മെമ്മറി ബി സെൽ ഉള്ളി. ഇപ്പോൾ മെമ്മറി ബി സെല്ലിൻ്റെ ലിംഫോമയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹെയറി സെൽ ലുക്കീമിയ. പിന്നെ അത് കുറച്ചും കൂടെ മെച്യൂർ ആകുമ്പോഴാണ് അത് ബി സെല്ല് പ്ലാസ്മ സെല്ലായിട്ട് മാറുന്നത്. ഈ പ്ലാസ്മ സെല്ലിൻ്റെ ലിംഫോമയാണ് പേഷ്യൻറ്റിനുള്ളതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് മൾട്ടിപ്പിൾ മൈലോമ.
multiple myeloma. I hope the concept is clear. Okay, so memory B cell inde lymphoma ആണെങ്കിൽ it is hairy cell leukemia. ഈ മെമ്മറി ബി സെൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താവും, പ്ലാസ്മ സെല്ലായിട്ട് മാറും. പ്ലാസ്മ സെല്ലിൻ്റെ ലിംഫോമയാണെങ്കിൽ നമ്മളതിനെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയും. ഓക്കെ, സോ യാ, ദിസ് ഇസ് ഇറ്റ്. ഓക്കെ ഗൈസ്, ഓക്കെ, നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ജെർമിനൽ സെൻറ്റർ ഇന്ന് വരുന്ന ലിംഫോമാസ് ആണ് ഫോളിക്കുലർ ലിംഫോമ, ബർക്കിറ്റ്സ് ലിംഫോമ, DLBCL. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഇന്നസെൻറ്റ് ബി സെല്ലിൻ്റെ ലിംഫോമയാണ് CLL SLL. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ട് ഒരു ക്ലാസ്സിൽ ചെല്ലുമ്പം ലൈക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ LKG UKG ഇവ വെരി ഇന്നസെൻറ്റ് അല്ലേ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഇസ് മാൻറ്റിൽ സെൽ ലിംഫോമ എന്ന് പറയുമ്പോഴത്തേക്കും മാൻറ്റിൽ സോണിലെ ലിംഫോമേനെയാണ് മാൻറ്റിൽ സെൽ ലിംഫോമ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മാർജിനൽ സോൺ ലിംഫോമ, ഇവിടെയുള്ള ബി സെൽസ് ആണ് എഫക്റ്റഡ് എങ്കിൽ ഇതാണ് നമ്മുടെ മാർജിനൽ സോൺ, ഈ ലാസ്റ്റ് സോൺ. ദെൻ വി കോൾ ഇറ്റ് ആസ് മാർജിനൽ സോൺ ലിംഫോമ. പിന്നെ പുറത്ത് വന്നിട്ട് നമ്മുടെ ഈ മെമ്മറി ബി സെൽസ്, ഓക്കെ, മെമ്മറി ബി സെൽസ് അതിൻ്റെ ലിംഫോമയാണെങ്കിൽ ഇറ്റ് ഈസ് ഹെയറി സെൽ ലുക്കീമിയ. Okay, so remember that hair, okay, you think about your hair, you know, especially girls, like no offense, okay, code no endi parayana, they think about the hair like they want to keep their hair beautiful all the time alle. Appo you memorize your hair all the time. So memory B cell inte lymphoma aanu hairy cell leukemia. Okay, fine. And plasma cell inte leukemia, plasma cell inte cancer aanu multiple myeloma. Okay guys, next one is genetics. Okay, ഇത് കുറേ ആൾക്കാർക്ക് ടഫാണ്. സോ ദർ ഇസ് എ കോഡ് ലൈക്ക് ജെനറ്റിക്സ് മീനിങ്. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ലിംഫോമസ് ഇല്ലേ, ഫോളിക്കുലർ, DLBCL, ബർക്കിറ്റ്സ് ലിംഫോമ, മാൻറ്റിൽ സെൽ ലിംഫോമ, മാർജിനൽ സോൺ ലിംഫോമ. സോ ഈ ലിംഫോമസ് ഒക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് വെച്ചാൽ ജെനറ്റിക് വേരിയേഷൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടാവുക. ഓക്കെ, സോ അത് ഏത് ക്രോമോസോമിൻ്റെ ട്രാൻസ്ലൊക്കേഷനാണ് ഓരോ ലിംഫോമസ് ഉണ്ടാക്കുന്നതാണ് ചോദ്യം. ഓക്കെ, ഫൈൻ. സോ ആദ്യമേ ഇതാ 8, 11, 14, 18 എന്ന് എഴുതുക. ആദ്യം ഈ നമ്പേഴ്സ് കാണപ്പാടം പഠിക്കുക. ഓക്കെ, സോ 8, 11, 14, 18 ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതാം. ഓക്കെ, ഫസ്റ്റ് തിങ് നമുക്ക് 8 ആദ്യമേ എടുക്കാം. ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലൊക്കേഷൻ 8 വിത്ത് എനി ഈവൻ നമ്പർ. ഓക്കെ, ഏത് ഈവൻ നമ്പർ ആയിക്കോട്ടെ, ലൈക്ക് 2, 4, 22, 14, 8. ഓക്കെ, എനി ഈവൻ നമ്പർ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് ആൻഡ് ദേ ആസ്ക് യു ഏത് ഡിസീസിനെ പറ്റിയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ T ഈസ് ഫോർ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ക്രോമോസോം നമ്പർ 8. ഇവിടെ അവർക്ക് ഏത് നമ്പർ വേണമെങ്കിലും തരാം, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഈവൻ നമ്പർ ലൈക്ക് 14, 22 ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ യുവർ ആൻസർ ഷുഡ് ബി, മാഡം, യു ആർ ടോക്കിംഗ് അബൌട്ട് ബർക്കിറ്റ്സ് ലിംഫോമ. ഓക്കെ, ബർക്കിറ്റ്സ് ലിംഫോമ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബിക്കോസ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ക്രോമോസോം 8 വിത്ത് എനി അതർ ക്രോമോസോം ഏത് നമ്പറും ആകാം. ഓക്കെ, സോ എങ്ങനെ ഓർത്തിരിക്കുക, ഈ 8ഉം B ഒക്കെ നമുക്ക് ഏകദേശം ഒരേപോലെ എഴുതാം അല്ലേ. B ആയിട്ടും എഴുതാം, 8 ആയിട്ട് ഇത് വായിക്കാം അല്ലേ. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് we'll take this 11 and 14 guys. Okay, so translocation between this 11 here and 14 here ഏത് ഡിസീസ് ആയിരിക്കും? ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ക്രോമോസോം 11 and chromosome 14 ഏത് ഡിസീസ് ആയിരിക്കും ഗൈസ്? ഇറ്റ് ഈസ് മാൻറ്റിൽ സെൽ ലിംഫോമ. മാൻറ്റിൽ സെൽ ലിംഫോമ. ഓക്കെ, ഇതെങ്ങനെ ഓർത്തിരിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു 14 years എന്ന് പറയുമ്പോൾ ഒരു ടീനാണ് അല്ലേ, ഒരു ടീനേജ് പേഴ്സണാണ്. 11 years എന്ന് പറഞ്ഞാൽ സ്റ്റിൽ എ ബേബി. ഓക്കെ, സ്റ്റിൽ എ ബേബി. അപ്പോൾ നിങ്ങളൊരു ടീനെയും ബേബീനെയും ഒരുമിച്ചിരുത്തിയാൽ വാട്ട് ഹാപ്പൻസ്? മെൻ്റലായി പോവും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദിസ് ഈസ് എ കോഡ്. ഓക്കെ, സോ ടീനെയും ബേബീനെയും ഒരുമിച്ചിരുത്തിയാൽ മെൻ്റൽ ഹോ ജായേഗ. ഓക്കെ, സോ മാൻറ്റിൽ സെൽ ലിംഫോമ. ഓക്കെ, ബട്ട് ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, കിഡ്സ് ആർ ദ ബെസ്റ്റ്, ബേബീസ് ആർ ദ ബെസ്റ്റ്. ഓക്കെ, സോ ഫൈൻ. സോ T11, 14 മാൻറ്റിൽ സെൽ ലിംഫോമ. സോ മാൻറ്റിൽ സെൽ ലിംഫോമയുടെ മാർക്കേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയോ ഗൈസ്? ദേ മൈറ്റ് ആസ്ക് യു. It is cyclin D1 positive, okay, cyclin D1 positive and SOX11 positive. All right.
Okay, next is these two numbers, that is translocation. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരികയാണ്, ഒരു ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർ പറയും ട്രാൻസ്ലൊക്കേഷൻ ബിറ്റ്വീൻ 14 ആൻഡ് 18 ക്രോമസോം. ഏത് ഡിസീസിനെ പറ്റിയായിരിക്കും അവർ സംസാരിക്കുക ഗൈസ്? ഇറ്റ് ഈസ് ഫോളിക്കുലർ ലിംഫോമ. ഇറ്റ് ഈസ് ഫോളിക്കുലർ ലിംഫോമ. എങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കും? സി, ഇപ്പോൾ 14 ആയാലും 18 ആയാലും ഏകദേശം രണ്ടും ടീനേജ് പ്രായങ്ങളാണ് അല്ലേ? അപ്പോൾ രണ്ട് ടീനേജേഴ്സിനെ ഒരുമിച്ചിരുത്തിയാൽ അവരെന്ത് ചെയ്യും? അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമായിരിക്കും. സോ ഇതാണ് നിങ്ങളുടെ കോഡ്. ഓക്കെ, 14, 18 ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ ഇവിടെ എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫോളിക്കുലർ ലിംഫോമ ആൻഡ് ബെസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ ബെസ്റ്റ് പ്രോഗ്നോസിസ്. അപ്പോൾ ഫോളിക്കുലർ ലിംഫോമയിലാണ് ബെസ്റ്റ് പ്രോഗ്നോസിസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ദ ലാസ്റ്റ് കോമ്പിനേഷൻ. ഞാൻ ഈ ഗ്രാഫിൻ്റെ മാർജിൻസിലുള്ള നമ്പർ എടുത്തേക്കുവാണേ. 8 നിങ്ങൾ വിട്ടോളൂ, ബിക്കോസ് 8 ഇസ് ജസ്റ്റ് അത് ഒറ്റയ്ക്കാണ്. സി, 8 ട്രാൻസ്ലൊക്കേഷൻ ഓഫ് 8 വിത്ത് എനി നമ്പർ ഏതായിരുന്നു ഗൈസ്? ഇറ്റ് ഈസ് ബർക്കിറ്റ്സ് ലിംഫോമ. ഓക്കെ, സോ ഈ 11, 14, 18 എക്സ്ട്രീം നമ്പേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നൗ ലെറ്റ് us see T11 and 18. T11 and 18. So this causes what, translocation of chromosome 11 and 18. It causes marginal zone lymphoma. It causes marginal zone lymphoma. ഇതെങ്ങനെ ഓർത്തിരിക്കും ഗൈസ്? സി, ഈ ചാർട്ടിലെ ഈ 11, 14, 18 മാർജിൻസിലെ നമ്പറാണ് ഞാൻ ട്രാൻസ്ലൊക്കേഷനിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർജിനൽ സോൺ ലിംഫോമ. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഇസ് CD മാർക്കേഴ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻസിൽ അവർ ചോദിക്കും, എസ്പെഷ്യലി കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഈ CLL, SLL, MCL, MZL. ഓക്കെ, ഇതൊക്കെ ഏത് മാർക്കേഴ്സ് പോസിറ്റീവ് ആണ് എന്ന് ചോദിക്കും. ഓക്കെ, സോ നമ്മുടെ മാർക്കേഴ്സ് യൂഷ്വലി ഈ 3 മാർക്കേഴ്സ് പഠിച്ചാൽ മതി: CD5, CD23, CD200. ഓക്കെ, സോ MZL, ദാറ്റ് ഈസ് മാർജിനൽ സോൺ ലിംഫോമയിൽ എല്ലാം നെഗറ്റീവാണ്. ഓക്കെ, സോ ദിസ് margin is all negative. Okay, so CD5 negative, CD23 negative, CD200 negative. Okay, so margin is very moody. Okay, and margin is all negative. Okay, next is mantle cell lymphoma. ഈ mantle cell lymphoma നെ പറ്റി ഞാൻ പറയുമ്പം you should remember a 5-year-old child. Okay, a 5-year-old child ഒരു കോഡാണ്. അപ്പോൾ ഈ 5-year-old ചൈൽഡിന് മൻസിലൊക്കെ പോയിരിക്കാൻ, മാൻറ്റിൽസിലൊക്കെ പോയിരിക്കാൻ, ബിഗ് ബംഗ്ലാവ്സിലൊക്കെ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് മാൻറ്റിൽ സെൽ ലിംഫോമ CD5 പോസിറ്റീവ്, CD23 നെഗറ്റീവ്, CD200 നെഗറ്റീവ്. ഓക്കെ, ഫൈൻ. സോ മാൻറ്റിൽ സെൽ ലിംഫോമ 5-year-old ചൈൽഡ് ഓർത്തിരിക്കുക, CD5 പോസിറ്റീവ് ആണ്, ബാക്കി രണ്ടും നെഗറ്റീവ് ആണ്. CLL, SLL सब कुछ positive, everything is positive. CLL, SLL. Okay, so remember the class. Okay, remember a class. In class, if you don't have positivity, ഒന്നും വായിക്കുന്നത് മനസ്സിലാവില്ല അല്ലേ? സോ ക്ലാസ്സിൽ ഫുൾ പോസിറ്റിവിറ്റി ആയിരിക്കണം, റൈറ്റ്? സോ CLL/SLL CD5 പോസിറ്റീവ്, CD23 പോസിറ്റീവ്, CD200 പോസിറ്റീവ്. ഫൈൻ. ഓക്കെ, നൗ follicular lymphoma. Okay, tell me, what is the translocation occurring here? നമ്മൾ നേരത്തെ പഠിച്ചു follicular best friends അല്ലേ? സോ ബെസ്റ്റ് ഫ്രണ്ട്സ് ടീനേജ് പീപ്പിൾ are best friends. അപ്പോൾ 14 and 18. ഓക്കെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫ്രണ്ട്ലി ലിംഫോമ എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡോളൻറ്റ് ലിംഫോമ, ഫ്രണ്ട്ലി ലിംഫോമ. ഓക്കെ, മീനിങ് അത്ര പ്രശ്നം ഉണ്ടാക്കത്തില്ലേ അത്. ഓക്കെ, നൗ ലിംഫ് നോഡ് ബയോപ്സി എടുത്താൽ യു ഗെറ്റ് ടു സീ ദീസ് cells called as centrocytes. Okay, and centrocytes and centroblast. So centrocytes in vechal guys, it is like, they have this cleaved nucleus, like this cleaved nucleus. So cleaved in vechal ingana cut nucleus aayirikkum. Okay, so it looks like oru buttock cells ennu parayum idine, buttock cells. I'll show you the picture. Okay, buttock cells in the parayum. Okay guys, look here, centroblast and centrocytes. For centrocytes, if you see, it's not, I could get only this picture, and ee picture mathre kittiyullu.
Okay, so cleaved nucleus ആണ് ലൈക്ക് സി ഇവിടെ ക്ലിയർ ആയിട്ട് ഐ തിങ്ക് യു ക്യാൻ സി. ഓക്കെ, ന്യൂക്ലിയസ് ഒരുമാതിരി കട്ട് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത് അല്ലേ, അപ്പോൾ അതിനാണ് ക്ലീവ്ഡ് ന്യൂക്ലിയസ് എന്ന് പറയാം. ഓക്കെ ഫൈൻ. ഇനി ബോൺ മാരോയിൽ നമ്മൾ ഹിസ്റ്റോപത്തോളജി ബോൺ മാരോ ഇങ്ങനത്തെ പേഷ്യൻസിൻ്റെ എടുത്താൽ വാട്ട് വി സീ ഇസ് പാരാട്രബാക്കുലർ അറേഞ്ച്മെൻറ്റ് മീനിങ് ഈ ലിംഫ് നോഡ്സ് ഉണ്ടല്ലോ, ദേ അറ്റാച്ച് അലോങ്. ഇപ്പോൾ ഇതാണ് ട്രബാക്കുല എന്ന് വെച്ചോ, ബോൺ മാരോയുടെ ട്രബാക്കുല ഇതാന്ന് വെച്ചോ, അതിൻ്റെ ചുറ്റിനും ഈ ലിംഫ് നോഡ്സ് ചെന്ന് അറ്റാച്ച്ഡ് ആവും ലൈക്ക് ദിസ്. ഓക്കെ, ഇതിനെയാണ് പാരാട്രബാക്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ മാർക്കർ? ഏത് മാർക്കറാണ് ഫോളിക്കുലർ ലിംഫോമയിൽ കൂടുക? ഇറ്റ് ഈസ് BCL2 that is increased. Okay, so I'll show you this paratrabecular arrangement looks like this, guys. See, this is a trabeculae. Okay, this pink thing. ചുറ്റിനും കണ്ടോ കുറേ സെൽസ് ഇങ്ങനെ ഇരിക്കുന്നത്. Okay, these are the lymphocytes. Okay, and this you see in follicular lymphoma. Okay, next guys we'll talk about DLBCL. Very important, DLBCL. Fine. So what is DLBCL? It is diffuse large B-cell lymphoma. ഇത് വളരെ അഗ്രസീവ് ട്യൂമറാണ് കേട്ടോ, അഗ്രസീവ് മാലിഗ്നൻസിയാണ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് കോമൺ NHL വേൾഡ് വൈഡ്. ഓക്കെ, Non-Hodgkin's ലിംഫോമയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് DLBCL ആണ്. ഓക്കെ, വേൾഡ് വൈഡ്. ഓക്കെ, നൗ ജെനറ്റിക്സ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ BCL6ൻ്റെ റീഅറേഞ്ച്മെൻറ്റ് കാരണമാണ്. ഓക്കെ, now if the patient has CLL or SLL, ഇത് പ്രോഗ്രസ് ആവാം, DLBCL ആയിട്ട് പ്രോഗ്രസ് ആവാം. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ്, ഹൂ ക്യാൻ ടെൽ മീ, വെരി ഇമ്പോർട്ടൻറ്റ്, ഇതിനെ പറയുന്ന പേരാണ് റിച്ചേഴ്സ് സിൻഡ്രം. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം CLL SLL പ്രോഗ്രസ് ആവാം ടു DLBCL, ഇറ്റ് ഈസ് കോൾഡ് as റിച്ചേഴ്സ് സിൻഡ്രം. നെക്സ്റ്റ് ഈസ് ഈവൻ ഫോളിക്കുലർ ലിംഫോമ കേട്ടോ, ഫോളിക്കുലർ ലിംഫോമയും DLBCL ആയിട്ട് പ്രോഗ്രസ് ചെയ്യാം. ഓക്കെ, സി ദിസ് DLBCLന് 2 വെറൈറ്റീസ് ഉണ്ട്. Okay, the first one is primary effusion lymphoma, and the second one is immunodeficiency associated. അപ്പോൾ ഈ ഇമ്മ്യൂണോഡെഫിഷ്യൻസി അസോസിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ HIV പേഷ്യൻസിലൊക്കെയാണ് ഈ ഇമ്മ്യൂണോഡെഫിഷ്യൻസി അസോസിയേറ്റഡ് DLBCL കാണുക. ഓക്കെ, ഈ പ്രൈമറി എഫ്യൂഷൻ ലിംഫോമ യൂഷ്വലി ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് 8 കാരണമാണ് ഉണ്ടാവുക. ഓക്കെ, സോ DLBCLന് 2 വേരിയൻസ് ഉണ്ട്. ഒന്നാമത്തത് പ്രൈമറി എഫ്യൂഷൻ ലിംഫോമ. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി അസോസിയേറ്റഡ് ലിംഫോമ. അത് കാണുന്ന HIV പേഷ്യൻസിലാണ്. ഈ പ്രൈമറി എഫ്യൂഷൻ ലിംഫോമ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഗൈസ്? HHV8 ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് 8 കാരണമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ക്ലിനിക്കൽ ഫീച്ചറായിട്ട് അവർ ഈ പെരികാർഡിയൽ എഫ്യൂഷനായിട്ട് വരാം, അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷനായിട്ട് വരാം. ഓക്കെ, ഓക്കെ, നൗ മാർക്കേഴ്സ് ഓഫ് DLBCL, എസ്പെഷ്യലി ദിസ് പ്രൈമറി എഫ്യൂഷൻ ലിംഫോമ, മാർക്കർ ഇസ് CD30 ആൻഡ് 38. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് CD30 ആൻഡ് 38. ഇവിടെ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ B-സെൽ മാർക്കേഴ്സ് അല്ലെങ്കിൽ T-സെൽ മാർക്കേഴ്സ്, ഓക്കെ, ഇതൊന്നും പോസിറ്റീവ് ആയിരിക്കില്ല ഇൻ കേസ് ഓഫ് ഇഫ് പ്രൈമറി എഫ്യൂഷൻ ലിംഫോമ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇഫ് യു വോണ്ട് ടു ഡയഗ്നോസ് പ്രൈമറി എഫ്യൂഷൻ ലിംഫോമ, നിങ്ങൾ CD30 ആൻഡ് CD38 ആണ് നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഗൈസ് വിൽ ടോക്ക് അബൌട്ട് Burkitt's lymphoma, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ഫോർ ഓൾ ദി എക്സാംസ്. നൗ Burkitt's lymphoma നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസ്ലൊക്കേഷൻ ഇസ് 8 വെച്ച് 8 ആൻഡ് എനി ഈവൻ നമ്പർ. ഓക്കെ, അങ്ങനെ വന്നാൽ ദ ഡയഗ്നോസിസ് ഇസ് Burkitt's lymphoma. ഓക്കെ, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എപ്സ്റ്റൻ-ബാർ വൈറസ്, ഓൾസോ ട്യൂമർ ലൈസിസ് സിൻഡ്രം. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം പഠിക്കാം. ഓക്കെ, സോ ഈ Burkitt's lymphoma അത് ഈ മാലിഗ്നൻസി കാരണം വരുന്ന ഒരു പ്രോബ്ലമാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രം. So Burkitt's lymphoma is associated with Epstein-Barr virus and tumor lysis syndrome. ഏത് മ്യൂട്ടേഷൻ ആണ്? വാട്ട് മ്യൂട്ടേഷൻ? സീമിക് മ്യൂട്ടേഷൻ occurs here. Okay, സീമിക് മ്യൂട്ടേഷൻ. 3 തരത്തിലുള്ള Burkitt's lymphoma ഉണ്ട്.
വൺ ഈസ് എൻഡമിക്. എൻഡമിക് എന്ന് പറഞ്ഞാൽ അത് ആഫ്രിക്കയിലാണ്, യൂഷ്വലി ആഫ്രിക്കയിലാണ് ഈ എൻഡമിക് വെറൈറ്റി കാണുക. ഓക്കെ, ഇവിടെ എപ്സ്റ്റൺ ബാർ വൈറസിൻ്റെ ഇൻഫെക്ഷൻ എന്തായാലും പേഷ്യൻറ്റ് പറയും. 100% ആ ഒരു ഹിസ്റ്ററി അവർ പറഞ്ഞിരിക്കും. കാരണം ഈ വൈറസ് കാരണമാണ് അവർക്ക് യൂഷ്വലി ബർക്കിറ്റ്സ് ലിംഫോമ ആവുക. ഓക്കെ, ആൻഡ് അവരുടെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ജോ സ്വെല്ലിംഗ് ആയിരിക്കും. എന്താണ് ജോ സ്വെല്ലിംഗ്? ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാമേ. ഓക്കെ, ഈ പിക്ചർ കണ്ടോ? സി, ഈ പാവ മോന് ജോ സ്വെല്ലിംഗ് ആയി. ആക്ച്വലി ഇറ്റ് ഈസ് എ കേസ് ഓഫ് ബർക്കിറ്റ്സ് ലിംഫോമ കേട്ടോ. ഫൈൻ. നെക്സ്റ്റ് സ്പൊറാഡിക് ആണ്. ഇവിടെ എപ്സ്റ്റൺ ബാർ വൈറസ് അസോസിയേഷൻ ചിലപ്പോൾ ഉണ്ടാവാം, ലൈക്ക് 30 അല്ലെങ്കിൽ 20% ഓഫ് ദ കേസസ് ചിലപ്പോൾ ആ ഒരു ഹിസ്റ്ററി തന്നിരിക്കാം. ഈ സ്പൊറാഡിക് കേസസിൽ യൂഷ്വലി ഈലിയോസീക്കൽ ഏരിയ ആണ് എഫക്റ്റഡ് ആവുക. ഈലിയോസീക്കൽ ഏരിയയിലാണ് എഫക്റ്റ് ആവുക. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. Okay, so this is the other variety is sporadic Burkitt's lymphoma. Okay, ഇവിടെ ileocecal region is affected, so you can see the tumor here, right? Okay, so guys, yeah, in sporadic 20% of the people will give the history of Epstein-Barr virus. Okay, and ileocecal region is affected. പിന്നുള്ളത് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ടൈപ്പ് ഓഫ് ബർക്കിറ്റ്സ് ലിംഫോമയാണ്. ഇവിടെയും ഏകദേശം ഒരു 50% ആൾക്കാർ അവർ പറയും വന്നിട്ട് ദാറ്റ് അവർക്ക് എപ്സ്റ്റൺ ബാർ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഏത് സൈറ്റ് വേണമെങ്കിലും ട്യൂമർ, മാലിഗ്നൻസി, സ്വെല്ലിംഗ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയിൽ. ഫൈൻ. ഇനി അടുത്ത് നമ്മൾ പെരിഫെറൽ സ്മിയർ എടുത്ത് നോക്കിയാൽ ഇൻ ബർക്കിറ്റ്സ് ലിംഫോമ വി ക്യാൻ സീ വാക്യുലേഷൻസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. വാക്യുലേഷൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഫസ്റ്റ് ബർക്കിറ്റ്സ് ലിംഫോമയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. ഓക്കെ, സോ ലെറ്റ് മീ ഷോ എ പിക്ചർ. ഇത് കണ്ടോ, ഈ വൈറ്റ് ഏരിയാസ് കണ്ടോ? വാക്യൂൾസ് ആണ്. വാക്യൂൾസ് എന്ന് വെച്ചാൽ ഫാറ്റ് പോസിറ്റീവ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ വൈറ്റ് ആയിട്ട് കാണുന്നത്. ആൻഡ് യു ക്യാൻ സ്റ്റെയിൻ ഇറ്റ് വിത്ത് ഓയിൽ റെഡോ. കുറേ സ്റ്റെയിൻസ് ഉണ്ട് നമുക്ക് പാത്തോളജിയിൽ പഠിക്കാനായിട്ട്. ഓക്കെ, ഓയിൽ റെഡ് ഓ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ആ ഏരിയ ഫാറ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ഫാറ്റ് കാണണമെങ്കിൽ ഐ ക്യാൻ യൂസ് എ സ്റ്റെയിൻ ഓയിൽ റെഡ് ഓ പോസിറ്റീവ്. ഓക്കെ, സോ യു ക്യാൻ സി ഇവിടെ വാക്യുലേഷൻസ്, ഈ വെള്ള ഏരിയാസ് കണ്ടോ, അതിനെയാണ് വാക്യുലേഷൻസ് എന്ന് പറയുക. ഇത് കാണുന്നത് ബർക്കിറ്റ്സ് ലിംഫോമയിലാണ്. ഓക്കെ, സെക്കൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ് ഇസ് സ്റ്റാറി സ്കൈ പാറ്റേൺ. എന്താണ് സ്റ്റാറി സ്കൈ പാറ്റേൺ? ഇത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം. സ്റ്റാറി സ്കൈ പാറ്റേൺ നിങ്ങൾ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ടീച്ചറിനോട് എന്ത് പറയും? ബർക്കിറ്റ്സ് ലിംഫോമ, റൈറ്റ്? സോ ഇവിടെ ആക്ച്വലി ഞാൻ ആ പിക്ചർ കാണിക്കാം. അതിനകത്ത് ആ സ്റ്റാർസ് ഉണ്ടല്ലോ, അത് നോർമൽ സെൽസ് ആണ്. ഓക്കെ, ആൻഡ് സ്കൈ റീജിയൻ അതാണ് നമ്മുടെ ട്യൂമർ സെൽസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റാറി സ്കൈ പാറ്റേൺ സീൻ ഇൻ ബർക്കിറ്റ്സ് ലിംഫോമ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു ബി ഫ്രാങ്ക്, എനിക്കിത് കണ്ടിട്ട് സ്റ്റാറി സ്കൈ അപ്പിയറൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല, ബട്ട് ഐ ഡോണ്ട് നോ. എനിവേസ് ലേൺ ഇറ്റ്. സോ ഇവിടെ സ്റ്റാറി സ്കൈ പാറ്റേൺ, ഓക്കെ, സീൻ ഇൻ ബർക്കിറ്റ്സ് ലിംഫോമ. ഈ സ്റ്റാറി സ്കൈ പാറ്റേൺ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കൂടെ കാണാൻ പറ്റും. പക്ഷേ അത് ഈ ഹിസ്റ്റോപത്തോളജിയിലല്ല, ഇമ്മ്യൂണോ ഫ്ലോറസൻസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ കാണിച്ചു തരാതെ. ആൻഡ് യു ടെൽ മീ, ഇതാണ് ഇത് ഇമ്മ്യൂണോ ഫ്ലോറസൻസ് ആണ്. ഓക്കെ, ഒരു സ്റ്റാറി സ്കൈ പാറ്റേൺ ആണ് ഇതും തരുന്നത്. ഏതാണ് അസുഖം? വാട്ട് ഈസ് ദ ഡയഗ്നോസിസ്? ടെൽ മീ. സ്റ്റാറി സ്കൈ അപ്പിയറൻസ് ഇൻ ഇമ്മ്യൂണോ ഫ്ലോറസൻസ്, ഇറ്റ് ഈസ് PSGN. ഓക്കെ, പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ബർക്കിറ്റ്സ് ലിംഫോമ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഇറ്റ്സ് ഹൈലി പ്രോലിഫറേറ്റീവ്. ഒരു ഫ്രണ്ട്ലി ട്യൂമറേ അല്ല ഇത്. ഇറ്റ്സ് ഹൈലി പ്രോലിഫറേറ്റീവ് ട്യൂമർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് KI67 or MIB1 പോസിറ്റീവ്. ഓക്കെ, സോ ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100% വാട്ട് ക്വസ്റ്റ്യനിൽ വരുന്നത് KI67 or MIB1 പോസിറ്റീവ് എന്ന് വന്നാൽ നത്തിങ് ടു ലുക്ക്. ദ ഡയഗ്നോസിസ് എന്താണ്? ഇറ്റ് ഈസ് ബർക്കിറ്റ്സ് ലിംഫോമ. സോ ഇത്ര അറിഞ്ഞാൽ മതി ബർക്കിറ്റ്സ് ലിംഫോമയെ പറ്റി. ഓക്കെ, നെക്സ്റ്റ്. Okay guys, next we will talk about mantle cell lymphoma. In mantle cell lymphoma, the genetics എന്താ നമ്മൾ പഠിച്ചേ? മെൻ്റൽ ഹോജ് ആയത് എപ്പോഴാണ് മെൻ്റൽ ആവുന്നത്? ഒരു ടീനിനെ നമ്മൾ യങ് ചൈൽഡുമായിട്ട് ഇരുത്തുമ്പം അല്ലേ? സോ T11 and 14, ട്രാൻസ്ലൊക്കേഷൻ T11 and 14. മാർക്കേഴ്സ് ഏതൊക്കെയാണ്? സൈക്ലിൻ D1 പോസിറ്റീവ് ആണ്.
Okay, and SOX11 positive. Okay, and guys, ഇതിനകത്ത് ഏത് ഓർഗൻ അഫക്റ്റഡ് ആവുമെന്ന് അറിയാം? മാന്റിൽ സെൽ ലിംഫോമ. ഇറ്റ് ഈസ് യൂഷ്വലി ദ GIT. സോ റിമെമ്പർ, നമ്മൾ മന്തി കഴിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ GITയിലേക്കാണ് അല്ലേ? സോ റിമെമ്പർ, ഇറ്റ് ഈസ് GIT. ഇൻ GITനകത്ത് നമുക്ക് യു ക്യാൻ സി എ ലോട്ട് ഓഫ് പോളിപ്സ്. ഓക്കെ, you can see a lot of lymphomatoid polyps കാണാൻ കഴിയും ഇൻ കേസ് ഓഫ് മാന്റിൽ സെൽ ലിംഫോമ. ഇനി ആ പിക്ചർ കാണിച്ചു തരാമേ. ഓക്കെ, ഇത് കണ്ടോ, കുറേ പോളിപ്സ് കണ്ടോ? ദിസ് ഈസ് എ കേസ് ഓഫ് മാന്റിൽ സെൽ ലിംഫോമ. യു ക്യാൻ സീ ദ പോളിപ്സ് ഹിയർ. ഓക്കെ, നമ്മൾ ഹിസ്റ്റോപത്തോളജി എടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പിക്ചർ കിട്ടും. സോ ദീസ് ആർ ദ ലിംഫോമ സെൽസ്. ഓക്കെ, these are the lymphoma cells. Okay, next is guys marginal zone lymphoma. And a വേറെ പേരെന്താണ്? Okay, what is the other name for marginal zone lymphoma? It is maltoma. Okay, maltoma. ഈ maltoma എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക guys? It is in the stomach. Okay, it is in the stomach, it is in the thyroid, okay, and other organs. Fine. Now translocation എന്താണ്? മാർജിനൽ സോൺ ലിംഫോമയുടെ മാർജിൻസ്, ഞാൻ ആ കോഡിൻ്റെ മാർജിൻസിൽ നിന്നാണ് നമ്പർ എടുത്തത് അല്ലേ? സോ ട്രാൻസ്ലൊക്കേഷൻ T1118. ആൻഡ് ഈ മാർജിനൽ സോൺ ലിംഫോമ ഇറ്റ്സ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് വാട്ട് യു നോ, H. pylori. H. pylori ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാരിൽ പിന്നെ നമ്മൾ മാർജിനൽ സോൺ ലിംഫോമ കണ്ടിട്ടുണ്ട്. പിന്നെ യുനോ ഈ ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഇല്ലേ, തൈറോയിഡിൻ്റെ പ്രോബ്ലം, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഇങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ പിന്നെ മാർജിനൽ സോൺ ലിംഫോമ കാണാറുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഈ പോയിൻറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്ലൊക്കേഷൻ പഠിച്ചിരിക്കുക. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് മാർജിനൽ സോൺ ലിംഫോമ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, ഹെയറി സെൽ ലുക്കീമിയ. ഓക്കെ, ഫസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹെയറി സെൽ ലുക്കീമിയ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ബി സെൽ മാലിഗ്നൻസിയാണ്. നമ്മുടെ ബി ലിംഫോസൈറ്റിൻ്റെ മാലിഗ്നൻസിയാണ്. നമ്മൾ ആ ബി ലിംഫോസൈറ്റ്സ് കാണുമ്പം, ഈ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പം അതിന് പ്രൊജക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം എൻ്റെ പിക്ചറെ. ഹെയർസ് പോലെ ബി ലിംഫോസൈറ്റിൻ്റെ പുറത്ത് നമുക്കിങ്ങനെ ഹെയർസ് പോലെ സ്ട്രക്ചേഴ്സ് കാണാം, ഹെയർസ് പോലെ. അതുകൊണ്ടാണ് ഈ പേര് വന്നത് ഹെയറി സെൽ ലുക്കീമിയ. ഓക്കെ, നമ്മളിത് പഠിക്കുന്നതിന് മുന്നേ ഞാനൊരു സ്റ്റോറി പറയാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓർത്തിരിക്കാൻ സഹായിക്കും. ഓക്കെ, ഒരു റെഡ് ഹെയർ ഉള്ളൊരു ബോയ്. ഓക്കെ, റെഡ് ഹെയർ ഉള്ളൊരു ബോയ്, ഹി വാണ്ട്സ് ടു ബി എ ടിക്ടോക്കർ. ഓക്കെ, സോ ടിക്ടോക്കർ ആവണമെങ്കിൽ ഹി തിങ്സ് ദാറ്റ് അയാൾക്ക് നല്ല ബോഡി വേണ്ടേ, നല്ലൊരു ടിക്ടോക്കർ ആവണമെങ്കിൽ അയാൾ വിചാരിച്ചു ഞാൻ കുറച്ചും കൂടെ ബോഡി ആക്കണം. അപ്പോൾ അയാൾ എപ്പോഴും എഗ്ഗ് കഴിക്കാൻ തുടങ്ങി. ഓക്കെ, രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ഈ ബോയ് എന്ത് ചെയ്യാൻ തുടങ്ങി? എഗ്ഗ് കഴിക്കാൻ തുടങ്ങി. ഓക്കെ, ടു ഷോ ഹിസ് മസിൽസ്. ഓക്കെ, ടു ഷോ ഹിസ് മസിൽസ്. Fine. And later on he became bad. അപ്പോൾ ഈ സ്റ്റോറി ഓർത്തിരിക്കുക. ഓക്കെ, സോ ഒരു റെഡ് ഹെയർ ഉള്ള ബോയ്, ഹി വാണ്ടഡ് ടു ബിക്കം എ ടിക്ടോക്കർ. അവനൊരു ടിക്ടോക്കർ ആവണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെന്താ, നല്ല ബോഡി വേണ്ടേ ടിക്ടോക്കേഴ്സ് ആവാൻ. അപ്പം അങ്ങനെയൊന്നും വേണ്ട, ബട്ട് ഇവൻ വിചാരിച്ചു ഓക്കെ കുറച്ചും കൂടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൻ ഫുൾ എഗ്ഗ് കഴിക്കാൻ തുടങ്ങി. എഗ്ഗ് കഴിച്ചിട്ട് എന്തിനാണ് എഗ്ഗ് കഴിക്കുന്നത്? അവൻ്റെ മസിൽ കാണിക്കാൻ. പക്ഷേ ഇവൻച്വലി ഹി ബിക്കേം എ ബാഡ് ബോയ് ഫോർ സം റീസൺ. ഓക്കെ, ഈ കഥ ഓർത്തിരിക്കാം. നൗ ഹെയറി സെൽ ലുക്കീമിയ മോസ്റ്റ്ലി കണ്ടുവരുന്നത് ഏത് ജെൻഡറിലാണ് ഗൈസ്? ബോയ്സ്. ഓക്കെ, ഇറ്റ് ഈസ് സീൻ ഇൻ ബോയ്സ്. മ്യൂട്ടേഷൻ ഇസ് BRAF. ഇറ്റ് ഈസ് വാട്ട്? BRAF V600E. സോ ഹി ബിക്കേം ബാഡ് BRAF V600E. ഇതാണ് മ്യൂട്ടേഷൻ. ക്ലിനിക്കൽ ഫീച്ചർ ഇസ് മാസീവ് സ്പ്ലീനോമെഗാലി. ഓക്കെ, സോ ഈ സ്പ്ലീൻ ഉണ്ടല്ലോ വല്ലാതെ വലുതാവും. ഈ ഹെയറി സെൽ ലുക്കീമിയയിൽ സ്പ്ലീൻ വല്ലാതെ വലുതാവും. ആൻഡ് ഈ സ്പ്ലീനകത്ത് 2 കോമ്പനൻ്റ് ഉണ്ട് കേട്ടോ, റെഡ് പൾപ്പ്, വൈറ്റ് പൾപ്പ്. ഞാൻ പിന്നെ അനാറ്റമി പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, സ്പ്ലീനകത്ത് റെഡ് പൾപ്പ് ഉണ്ട്, വൈറ്റ് പൾപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഹെയറി സെൽ ലുക്കീമിയയിൽ റെഡ് പൾപ്പ് ഇസ് എഫക്റ്റഡ്. സോ നമ്മുടെ ബോയിന് ഏത് ഹെയർ ആയിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്? റെഡ് ഹെയർ ആയിരുന്നു അല്ലേ? സോ the red pulp is affected. Okay, CBC natha, what do you see? Pancytopenia. This boy wanted to become a pan India actor. Okay, pan India TikToker. Okay, so
CBസിനകത്ത് പാൻസൈറ്റോപീനിയ എന്ന് വെച്ചാൽ പാൻസൈറ്റോപീനിയ എന്ന് വെച്ചാൽ എല്ലാ സെൽസും കുറയും കേട്ടോ. ഇൻഫെക്ഷൻസ് ഇയാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഫ്രം മാക്, മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലെക്സ്. ഓക്കെ, സോ ഹെയറി സെൽ ലുക്കേമിയയിൽ ഇൻഫെക്ഷൻ ഏതാണ് നിങ്ങൾ കാണുക? മാക്, ദാറ്റ് ഈസ് മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലെക്സ്. അപ്പം മാക്, റിമെമ്പർ മസിൽ. ഓക്കെ, സോ ഹി വാണ്ടഡ് ടു ഷോ ഹിസ് മസിൽ. ഞാൻ മാക് എന്ന് എഴുതാം. ഓക്കെ, സോ മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലെക്സ്. ഇത് ടിപ്പിക്കലാണോ ഏടിപ്പിക്കലാണോ? ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഇത്? ഏടിപ്പിക്കൽ മൈക്കോബാക്ടീരിയത്തിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ മാക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബോൺ മാരോ ആസ്പിറേറ്റ്. ഇപ്പം ഞാൻ അയാളുടെ ബോൺ മാരോ എനിക്ക് കൂടുതൽ കണ്ടുപിടിക്കണം ബി സെൽസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. ഞാൻ അയാളുടെ ബോൺ മാരോന്ന് ആസ്പിറേറ്റ് എടുക്കുകയാണ്. ഓക്കെ, ബോൺ മാരോന്ന് ആസ്പിറേറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ഡ്രൈ ടാപ്പ് ആയിരിക്കും കിട്ടുക. എന്ന് പറഞ്ഞാൽ നമ്മളത് എടുക്കുമ്പോൾ നമുക്കൊന്നും ബേസിക്കലി കിട്ടത്തില്ല. കാരണം എന്താണെന്നറിയോ? ബിക്കോസ് ഈ ഹെയറി നമ്മുടെ ഈ ലിംഫോസൈറ്റ്, ബി ലിംഫോസൈറ്റിൻ്റെ ക്യാൻസറാണ് ഹെയറി സെൽ ലുക്കീമിയ. ഞാൻ ആദ്യം പറഞ്ഞു പോലെ ഇതാണ് നമ്മുടെ ബി ലിംഫോസൈറ്റ്. ഓക്കെ, ഈ ബി ലിംഫോസൈറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഈ മാരോനകത്തുള്ള ബി ലിംഫോസൈറ്റ്സ് ദേ വിൽ റിലീസ് ഫാക്ടേഴ്സ് ലൈക്ക് TGF ബീറ്റ, PDGF ഇങ്ങനത്തെ ഫാക്ടേഴ്സിനെയൊക്കെ പുറത്ത് വിടും. ഈ ഫാക്ടേഴ്സ് എന്ത് പറ്റും? ഈ ബോൺ മാരോൻ്റെ ഫൈബ്രോസിസ്, ബോൺ മാരോനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് തന്നെ ഞാൻ ബോൺ മാരോന്ന് എന്തെങ്കിലും എടുക്കാൻ നോക്കിയാൽ എനിക്ക് ഡയഗ്നോസ് ചെയ്യണം ഹെയറി സെൽ ലുക്കീമിയ ആണോ എന്ന്. ഓക്കെ, ബോൺ മാരോ ലിംഫോസൈറ്റ്സ് ഒക്കെ ആവശ്യത്തിന് ഉണ്ടാവും അല്ലേ? എല്ലാ സെൽസും ഉണ്ടാവും അല്ലേ? ബോൺ മാരോ നമ്മുടെ എല്ലാ സെൽസും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ബോൺ മാരോ ആസ്പിറേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എടുക്കുമ്പോൾ എനിക്ക് എന്തായിരിക്കും? ഡ്രൈ ടാപ്പ് ആയിരിക്കും കിട്ടുന്നത് ഇഫ് ഇറ്റ് ഇസ് എ കേസ് ഓഫ് ഹെയറി സെൽ ലുക്കീമിയ. കാരണം എന്താ? ഈ ഹെയറി സെൽ ലുക്കീമിയയിലെ ബി ലിംഫോസൈറ്റ്സ് ഭയങ്കര നൊട്ടോറിയസ് ആണ്. ദേ വിൽ റിലീസ് ഫാക്ടേഴ്സ് ലൈക്ക് TGF ബീറ്റ, PDGF ഇതൊക്കെ ബോൺ മാരോ ഫൈബ്രോസിസ് ഉണ്ടാക്കും. ഓക്കെ, ഫൈൻ. ഇനി ബോൺ മാരോ ബയോപ്സി ഞാൻ എടുക്കാം. അപ്പോൾ ബോൺ മാരോ ആസ്പിറേറ്റ് അല്ല, ഞാനിപ്പം ബോൺ മാരോ ബയോപ്സി എടുക്കാമെന്ന് വെച്ചോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫ്രൈഡ് എഗ് അപ്പിയറൻസ് കിട്ടും. ഇതിൻ്റെ പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രൈഡ് എഗ് അപ്പിയറൻസ്. സോ ദ ബോയ് വാസ് ഈറ്റിംഗ് ലോട്ട് ഓഫ് എഗ്സ് അല്ലേ? സോ he gets a bone marrow biopsy, we get a fried egg appearance. Okay, ഈ സ്പെഷ്യൽ സ്റ്റെയിൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഹെയറി സെൽ ലുക്കീമിയ സ്റ്റെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്പെഷ്യൽ സ്റ്റെയിൻസ് ആണ് യൂസ് ചെയ്യുക. ഏതാണ് സ്പെഷ്യൽ സ്റ്റെയിൻസ് എന്ന് പറയാമോ? വാട്ട് ആർ ദ സ്പെഷ്യൽ സ്റ്റെയിൻസ്? വൺ ഇസ് അനെക്സിൻ. ഓക്കെ, അനെക്സിൻ A1, പിന്നെ ട്രാപ്പ്. ഓക്കെ, സോ ട്രാപ്പിൻ്റെ ഫുൾ ഫോം ദാറ്റ് ഇസ് അനദർ സ്റ്റെയിൻ. ട്രാപ്പ് ഇസ് tartarate resistant acid phosphatase. ഓക്കെ, സോ tartarate resistant acid phosphatase വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ സ്റ്റെയിൻ വെച്ച് സ്റ്റെയിൻ ചെയ്താൽ ലിംഫോസൈറ്റ്സ് ഉണ്ടല്ലോ, ഓക്കെ, ഈ എഫക്റ്റഡ് ലിംഫോസൈറ്റ്സിൽ നമുക്ക് റെഡ് ഹെയർസ് കാണാം. ഓക്കെ, റെഡ് ഹെയർസ് കാണാം. ഞാൻ ഫോട്ടോ കാണിച്ചു തരാമേ. സോ ബി ലിംഫോസൈറ്റ്സ് നമുക്ക് റെഡ് ഹെയർസ് കാണാം ഇഫ് യു യൂസ് വിച്ച് സ്റ്റെയിൻ? ട്രാപ്പ് സ്റ്റെയിൻ. ഓക്കെ, സോ ടിക്ടോക്സിലൊക്കെ കുറേ ട്രാപ്പ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക, റൈറ്റ്? ഓക്കെ, നൗ ഓക്കെ, അനെക്സിൻ A1 നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെയറി സെൽ ലുക്കീമിയയിലാണ്. അനെക്സിൻ 5 എവിടെ യൂസ് ചെയ്യുന്നത് പറയാൻ പറ്റുമോ? 5, അനെക്സിൻ 5 അത് നമ്മളൊരു സെല്ല് മരിച്ചു പോയാൽ അപ്പോട്ടോസിസ് എന്ന് പറയും. ഓക്കെ, പ്രോഗ്രാം സെൽ ഡെത്ത്. സെല്ല് മരിച്ചു പോയാൽ നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് അനെക്സിൻ 5 ആണ് നമ്മൾ യൂസ് ചെയ്യുക. അനെക്സിൻ 5 സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ റിമെമ്പർ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഏകദേശം ഇപ്പോൾ 5-6 ആപ്സ് ഉണ്ടാവും അല്ലേ? 5-6 ആപ്സ്, ഇൻഫാക്ട് മോർ ദാൻ ദാറ്റ് ഉണ്ടാവും. സോ അനെക്സിൻ 5 അപ്പോട്ടോസിസ് ഓഫ് സെല്ല് കണ്ടുപിടിക്കാനായിട്ടാണ് അനെക്സിൻ 5 സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഫൈൻ. നൗ പിക്ചർ ടൈം. ഇതാണ് നമ്മുടെ ബി സെൽ. ഓക്കെ, ബി സെൽ. ഈ ബി സെല്ല് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടോ? ഹെയർസ് പോലെ. ഓക്കെ, സോ ദിസ് ഇസ് എ കേസ് ഓഫ് ഹെയറി സെൽ ലുക്കീമിയ എന്ന് വെച്ചാൽ ബി സെല്ലിൻ്റെ മാലിഗ്നൻസിൻ്റെ വേറെ പേരാണ് ഹെയറി സെൽ ലുക്കീമിയ. കാരണം നമ്മൾ മൈക്രോസ്കോപ്പിക്കൂടെ വ്യൂ ചെയ്യുമ്പം ബി സെല്ലിന് ഹെയർ കിളിച്ചതുപോലെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഓക്കെ, കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ ക്യാൻ യു സീ ദ റെഡ് ഹെയർ? ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പിക്ചറാണ്. ക്യാൻ യു സീ ദ റെഡ് ഹെയർ? ഓക്കെ, സോ ഇത് നമ്മുടെ ഏത് സ്റ്റെയിൻ ആണ് ഗൈസ്? ഇറ്റ് ഇസ് ട്രാപ്പ് സ്റ്റെയിൻ. ഓക്കെ, ടാർട്ടാറേറ്റ് റെസിസ്റ്റൻറ്റ് ആസിഡ് ഫോസ്ഫറ്റേസ് സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ഹെയറി സെൽ ലുക്കീമിയ. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഫ്രൈഡ് എഗ് അപ്പിയറൻസ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഫ്രൈഡ് എഗ് അപ്പിയറൻസ് ആയിട്ട് തോന്നിക്കുന്നില്ല, ബട്ട്
Yeah. So this is a bone marrow biopsy of hairy cell lymphoma. ഈ ഫ്രൈഡ് എഗ് അപ്പിയറൻസ് പോലെ ഇത് കണ്ടവരിൽ ചിലവർക്ക് തോന്നി, അതുകൊണ്ടാണ് അവർ ഫ്രൈഡ് എഗ് അപ്പിയറൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് സീൻ ഇൻ, എനിവേസ് റിമെമ്പർ ഫ്രൈഡ് എഗ് അപ്പിയറൻസ്, ഇറ്റ് ഈസ് സീൻ ഇൻ ഹെയറി സെൽ ലുക്കേമിയ. ഓക്കെ ഓക്കെ ഗൈസ്, വൺ മോർ തിങ് ദാറ്റ് യു ഷുഡ് റിമെമ്പർ ഹിയർ. നമ്മുടെ എല്ലാ ലുക്കേമിയ അല്ലെങ്കിൽ ലിംഫോമയിൽ സ്പ്ലീനിൻ്റെ വൈറ്റ് പൾപ്പാണ് എഫക്റ്റഡ്. വൈറ്റ് പൾപ്പ്. ഓക്കെ, വൈറ്റ് ഡ്രസ് ഗെറ്റ്സ് ഡേർട്ടിയർ ഫാസ്റ്റർ അല്ലേ? വൈറ്റ് ഡ്രസ്സല്ലേ പെട്ടെന്ന് മോശമായി അറിയാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെ ഓർത്തിരിക്കുക, എല്ലാ ലുക്കേമിയയിലും ലിംഫോമയിലും സ്പ്ലീനിൻ്റെ വൈറ്റ് പൾപ്പാണ് എഫക്റ്റഡ് ആവുക. എക്സെപ്ഷനാണ് ഹെയറി സെൽ ലുക്കേമിയ, നമ്മുടെ സ്പ്ലീനിൻ്റെ റെഡ് പൾപ്പ് എഫക്റ്റഡ് ആവുന്നു. ഓക്കെ, വേറൊരു കണ്ടീഷനിലും റെഡ് പൾപ്പ് എഫക്റ്റഡ് ആവാറുണ്ട്. ദാറ്റ്, കെൻ യു ടെൽ മീ വിച്ച് കണ്ടീഷൻ ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് ഹെപ്പാറ്റോസ്പ്ലെനിക് ലിംഫോമ. ഹെപ്പാറ്റോസ്പ്ലെനിക് ലിംഫോമയിലും റെഡ് പൾപ്പാണ് എഫക്റ്റഡ് ആവുക. ബാക്കി എല്ലാ ലിംഫോമ ലുക്കീമിയയിലും ഇറ്റ് ഈസ് വൈറ്റ് പൾപ്പ് ഓഫ് ദ സ്പ്ലീൻ ദാറ്റ് ഈസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. ഓക്കെ ഫൈൻ. നൗ മാർക്കേഴ്സ്, എച്ച് സി എല്ലിൻ്റെ മാർക്കേഴ്സ് ഏതൊക്കെയാണ് ഗൈസ്? എച്ച് സി എല്ലിൻ്റെ മാർക്കേഴ്സ് ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് 103. ഓക്കെ, 103 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നുള്ളത് CD 103, പിന്നുള്ളത് CD 11 and 25. ഇത് രണ്ടും ഓർത്തില്ലെങ്കിലും 103 ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ DBA 44, DBA 44ഉം പോസിറ്റീവാണ്, ഡബ്ബ. അപ്പം ഈ റെഡ് ബോയ് ഇല്ലേ, റെഡ് ഹെയർ ബോയ്, അവൻ എഗ് എല്ലാം സ്റ്റോർ ചെയ്തത് ഒരു ഡബ്ബയിലാണ്, ഡബ്ബയിൽ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാൻ. സോ ദാറ്റ് ഈസ് DBA 44 പോസിറ്റീവാണ് ഇൻ HCL. ഓക്കെ, നമ്മളിത് ഡയഗ്നോസിന് വേണ്ടി നമുക്ക് PCR-ഉം യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ HCL-നെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഗൈസ്, നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയിൽ നമ്മൾ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് B സെല്ലിൻ്റെ പ്രോബ്ലം നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയാവാം, T ലിംഫോസൈറ്റിൻ്റെ പ്രോബ്ലവും നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയാവാം. സോ B സെല്ലാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, T സെൽ മ്യൂട്ടേഷൻ നടക്കുക അല്ലെങ്കിൽ T സെൽ ലിംഫോമയാണെങ്കിൽ 2 വെറൈറ്റിയിൽ അത് പ്രസൻറ്റേഷൻ ഉണ്ടാവാം. ഓക്കെ, ഇഫ് T സെൽ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമ, ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്. വൺ ഇസ് മൈക്കോസിസ് ഫംഗോയിഡ്സ്. എന്താണ് മൈക്കോസിസ് ഫംഗോയിഡ്സ്? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പേര് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഫംഗൽ ഇൻഫെക്ഷൻ അല്ല. ഓക്കെ, MF മൈക്കോസിസ് ഫംഗോയിഡ്സ് അതൊരു ക്യാൻസറാണ്, T സെൽ ലിംഫോമയാണ്. ഓക്കെ, പിന്നെ അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ അനാപ്ലാസ്റ്റിക് T സെൽ ലിംഫോമ. അനാപ്ലാസ്റ്റിക് T സെൽ ലിംഫോമ, അനാപ്ലാസ്റ്റിക് T സെൽ ലിംഫോമ. സോ ഇത് രണ്ടിനെ പറ്റിയും കൂടെ പഠിച്ചിട്ട് നമുക്ക് ലിംഫോമേൻ്റെ ക്ലാസ് നിർത്താം. ഓക്കെ, സോ ബേസിക്കലി ഇത്രയും മാത്രമേ ഉള്ളൂ ഇൻ ലിംഫോമ ദാറ്റ് യു ഷുഡ് നോ. ഓക്കെ ഫൈൻ. സോ മൈക്കോസിസ് ഫംഗോയിഡ്സ്. Okay, next we'll talk about mycosis fungoids. Okay, mycosis fungoids, remember, ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ല, അതൊരു ലിംഫോമയാണ്. ഓക്കെ, എന്തിൻ്റെ നോട്ട് എ ഫംഗൽ ഇൻഫെക്ഷൻ, ഇറ്റ് ഈസ് എ ലിംഫോമ. T സെല്ലിൻ്റെ ലിംഫോമയാണ്. ഓക്കെ, T സെല്ലിൻ്റെ ഇവിടെ സ്കിൻ ഇസ് എഫക്റ്റഡ്. ഐ വിൽ ഷോ യു ദ പിക്ചർ. ഓക്കെ, ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, സോ സ്കിൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ ഈ ഹിസ്റ്റോപത്തോളജി എടുക്കുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് കുറച്ച് മൈക്രോ ആപ്സിസസ്, ഓക്കെ, സ്കിന്നിൻ്റെ ഹിസ്റ്റോപത്തോളജി എടുക്കുമ്പം നമുക്ക് കുറച്ച് ഇങ്ങനെ കുത്തുകുത്തായിട്ട് കുറച്ച് മൈക്രോ ആപ്സിസസ് കാണാൻ പറ്റും. സോ ഇതിനെ പറയുന്ന പേരാണ് പോട്രിയോസ് മൈക്രോ ആപ്സിസസ്. എന്താണ് പോട്രിയോസ് മൈക്രോ ആപ്സിസസ്? ഓക്കെ, നൗ ഫ്രം ദ സ്കിൻ, ഈ സ്കിന്നിൽ നിന്ന് മാലിഗ്നൻസി ബ്ലഡ് വെസലിലേക്ക് സ്പ്രെഡ് ആവാം. അങ്ങനെ സ്പ്രെഡ് ആയാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് സെസറി സിൻഡ്രോം. എന്താണ് സെസറി സിൻഡ്രോം? വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്കിന്നിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്ക് ഈ മൈക്കോസിസ് ഫംഗോയിഡ്സ് സ്പ്രെഡ് ആയാൽ ഇറ്റ് ഈസ് കോൾഡ് എ സെസറി സിൻഡ്രോം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡ് വെസൽസിൽ മൈക്കോസിസ് ഫംഗോയിഡ്സ് ആയാൽ ഈ ബ്ലഡ് വെസലിനെ ഒരു പ്രത്യേക അപ്പിയറൻസ് കൊടുക്കും. നമ്മൾ ഈ ബ്ലഡ് വെസലിൻ്റെ ഹിസ്റ്റോപത്തോളജി മൈക്രോസ്കോപ്പി കൂടെ നോക്കിയാൽ ഒരു പ്രത്യേക അപ്പിയറൻസ് കൊടുക്കും. ലൈക്ക് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഈ സൾക്കായി ഗൈറയായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ, എലിവേഷൻ ഡിപ്രഷൻ അങ്ങനെ. ആ ബ്രെയിനിൻ്റെ പിക്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെയാവും ബ്ലഡ് വെസൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പോൾ. ഓക്കെ, ഇൻ കേസ് ബ്ലഡ് വെസൽ ഇസ് അഫക്റ്റഡ്.
അപ്പോൾ അതിനെ സെറിബ്രിഫോം അപ്പിയറൻസ് എന്ന് പറയും. എന്താണ് സെറിബ്രിഫോം? ലൈക്ക് നമ്മുടെ സെറിബ്രം, നമ്മുടെ തലച്ചോറ് പോലെ ബ്ലഡ് വെസലാവും. അപ്പോൾ സച്ച് കോൾഡ് ആസ് സെറിബ്രിഫോം സെൽസ് എന്ന് പറയും. ഓക്കെ, ഈ ബ്ലഡ് വെസൽസിനെ. ഫൈൻ, നൗ ഐ വിൽ ഷോ യു ദ പിക്ചേഴ്സ്. ഓക്കെ, സീ ദിസ് പിക്ചർ ഗൈസ്. കണ്ടോ, ഈ മൈക്കോസിസ് ഫംഗോയിഡ്സിന് ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ ആണ്. ഓക്കെ, സോ ഗൈസ് ദിസ് ഈസ് മൈക്കോസിസ് ഫംഗോയിഡ്സിൻ്റെ ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ ആണ്. അപ്പം ബേസിക്കലി ഇങ്ങനത്തെ ആൾക്കാർ ഫസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും, ബിക്കോസ് സ്കിൻ ഇൻഫെക്ഷൻ ആയിട്ടാണ് ആൾക്കാർക്ക് തോന്നുക. കണ്ടോ, ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ. സി, സോ ബട്ട് ബേസിക്കലി ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലിംഫോമ, T-cell ലിംഫോമ. ഓക്കെ, ഐ വിൽ ഷോ യു എ പിക്ചർ. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്കിന്നിൻ്റെ ഹിസ്റ്റോപത്തോളജി എടുക്കുമ്പം വി ക്യാൻ സീ ദിസ് ആപ്സിസസ്. ഇതാണ് ആപ്സിസസ്. കണ്ടോ, ഈ റൗണ്ട് കുരുകുരായിരിക്കുന്ന സാധനം, ഇതാണ് പോട്രിയോസ് മൈക്രോ ആപ്സിസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം പോട്രിയോസ് മൈക്രോ ആപ്സിസ് എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ യു സേ ഗൈസ്? ഇറ്റ് ഈസ് സീൻ ഇൻ മൈക്കോസിസ് ഫംഗോയിഡ്സ്. ഓക്കെ, ദീസ് ആർ ദ പോട്രിയോസ് മൈക്രോ ആപ്സിസ്. ഓക്കെ, ഇനിയും സ്കിന്നിൽ നിന്ന് ജസ്റ്റ് എ മൊമെൻറ്റ്. ഓക്കെ, സ്കിന്നിൽ നിന്ന് ബ്ലഡ് വെസലിലേക്ക് ഈ ക്യാൻസർ പടർന്നാൽ ബ്ലഡ് വെസൽ ഇങ്ങനെ ഒരു അപ്പിയറൻസ് വരും, ലൈക്ക് ഒരു ഫ്ലവർ അപ്പിയറൻസ്, നമ്മുടെ ബ്രെയിൻ പോലെ. ഓക്കെ, ഈ സൾക്കായ് ഗൈറയൊക്കെ പോലെ. സോ ഈ അപ്പിയറൻസിന് പറയുന്ന പേരാണ് സെറിബ്രിഫോം അപ്പിയറൻസ്. സെറിബ്രിഫോം അപ്പിയറൻസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ചില പിള്ളേർക്ക് വരുന്ന ഒരു കാര്യം ഞാൻ പറയാം. സി, ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞത്, ഇതെന്താ? പോട്രിയോസ് മൈക്രോ ആപ്സിസ്. ഈ ആപ്സിസ് ഇറ്റ് ഇസ് സീൻ ഇൻ മൈക്കോസിസ് ഫംഗോയിഡ്സ് അല്ലേ. വേറൊരു ആപ്സിസ് ഉണ്ട് കോൾഡ് ആസ് മുൻറോസ് മൈക്രോ ആപ്സിസ്. മുൻറോസ് മൈക്രോ ആപ്സിസ്. അതെവിടെയാണ് കാണുന്നതെന്ന് പറ? വേർ? ഇറ്റ് ഈസ് ഇൻ സോറിയാസിസ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ സോറിയാസിസ്. അപ്പോൾ റിമെമ്പർ MP. ഓക്കെ, ഹിയർ ഓൾസോ MP. ഇപ്പോൾ രണ്ട് എമ്മും കൂടെ ഒരുമിച്ചാവില്ല, രണ്ട് പിയും കൂടെ ഒരുമിച്ചാവില്ല. പോട്രിയോസ് മൈക്രോ ആപ്സിസ് ഇസ് ഫോർ mycosis fungoids. Okay, Munro's microapsis is for psoriasis. Okay, next guys, remember in anaplastic the second variety of T non-Hodgkin's lymphoma is anaplastic T-cell lymphoma, right? In anaplastic T-cell lymphoma, the peripheral smear, it shows you donut cells. Okay, very very important. Donut cells in anaplastic T-cell lymphoma. So remember, ഈ അന്ന എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഡോണട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, ഫൈൻ. പിന്നെ ഹോൾമാർക്ക് ഏതാണെന്നറിയോ? ഹോൾമാർക്ക് ഫീച്ചർ ഓഫ് anaplastic T-cell lymphoma, it is a kidney shaped cell. Okay, it is a kidney shaped cell. ഈ രണ്ട് ഞാൻ കാണിച്ചു തരാമേ. ബിഫോർ ദാറ്റ് റിമെമ്പർ, ജസ്റ്റ് for all those MBBS students, it is ALK gene positive and this is CD30 positive. Okay, in case they ask you this. So anaplastic T-cell lymphoma അത് ആന എന്ന് പറഞ്ഞൊരു പെണ്ണിന് എന്ത് ഇഷ്ടമാണ്? ഒരു കുട്ടിക്ക് എന്ത് ഇഷ്ടമാണ്? ഡോണറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഡോണറ്റ് കഴിച്ച് ഷീ ഹാഡ് എ പ്രോബ്ലം വിത്ത് ദ കിഡ്നി. ഓക്കെ, സോ ഇതൊരു കോഡാണ്, ഓർത്തിരിക്കാൻ കോഡ് പറഞ്ഞു തന്നതാണ്. So I'll show you both the pictures. Okay, ഇവിടെ നോക്കിയേ. Can you see these donut പോലെ ഇരിക്കുന്നില്ലേ കാണാൻ? So donut cells are seen. പിന്നെ you can also see kidney shaped cells. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കിഡ്നി ഷേപ്പ് സെൽസ്. അപ്പോൾ കിഡ്നി ഷേപ്പ് സെൽസും ഡോണറ്റ് സെൽസും എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുക? ഇറ്റ് ഈസ് ഇൻ anaplastic T-cell lymphoma. All right. Now one question. Donut cells, okay, that is in anaplastic T-cell lymphoma. Donut granuloma നിങ്ങൾ എവിടെയാണ് കാണുക? Donut granuloma. Okay, again one more picture guys. See, you can see the donut cells here. You can see the kidney shaped cells here. But diagnosis എന്താണ്? It is anaplastic T-cell lymphoma. Okay. Now my question is, ഈ donut granuloma നിങ്ങൾ എവിടെയാണ് കാണുക? ഇതാണ് donut granuloma. See ഇത് കണ്ടോ? Donut granuloma is seen in granuloma. Okay, cell alla granuloma, it is seen in
ക്യൂ ഫീവർ, കോക്സില ബെർണേറ്റി ഉണ്ടാക്കുന്ന ക്യൂ ഫീവർ, ആൻഡ് ഓൾസോ ആലോപ്യൂരിനോൾ. ഓക്കെ, ഇറ്റ് ഈസ് എ ഡ്രഗ്. ഓക്കെ, ആലോപ്യൂരിനോൾ എടുക്കുന്ന ആൾക്കാരിൽ നമ്മൾ ഈ ഡോണറ്റ് ഗ്രാനുലോമ മൈക്രോസ്കോപ്പിയിലൂടെ കാണാറുണ്ട്. ഓക്കെ, ദിസ് ഇസ് ഡോണറ്റ്സ്, ഇറ്റ് ലുക്സ് ലൈക്ക് എ ഡോണറ്റ്, റൈറ്റ്? ഓക്കെ, സോ ബേസിക്കലി ഇത്രയാണ് അബൌട്ട് ലിംഫോമ. ഓക്കെ ഗൈസ്, I hope you all are doing good. Stay blessed. Take care. Okay.